അവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ 8 മണിക്ക് ജോയിൻ ചെയ്യാനുള്ള കാരണം തന്നെ അതാണ്. നമുക്ക് ജോയിൻ ചെയ്യാൻ ലേറ്റാക്കി നമ്മൾ ക്ലാസ്സും അതിനനുസരിച്ചിട്ട് ഡിലേ വരും. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണാമെന്ന് വിശ്വസിക്കുന്നു. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, ഉണ്ടോ? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ആള് വില്യം ഷേക്സ്പിയർ ആണ് അല്ലേ? വില്യം ഷേക്സ്പിയർ എന്നാ ജനിച്ച കാര്യങ്ങൾ പറഞ്ഞേ. വെൻ ഹി വാസ് ബോൺ? 1564 അല്ലേ? ഡേറ്റോ 23rd April 23rd. It was celebrated as national not international. എന്താണ്? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഷേക്സ്പിയറിൻ്റെ ഏജ്, എലിസബത്തൻ ആൻഡ് ജാക്കോബിയൻ അല്ലേ? നമുക്കറിയാം ഷേക്സ്പിയർ വാസ് ലിവ്ഡ് ഇൻ എലിസബത്തൻ ഏജ് ആൻഡ് ഓൾസോ ഇൻ ജാക്കോബിയൻ ഏജ് അല്ലേ? Shakespeare lived during the great period in English history, reign of Tudor King Queen Elizabeth and also King James I. ഇവർ രണ്ട് പേരുടെയും കാലഘട്ടങ്ങളിൽ ജീവിച്ചൊരു ആളാണ്, ഒരു ഗ്രേറ്റ് റൈറ്ററാണ് ആര്? ഷേക്സ്പിയർ. നമുക്കറിയാം അല്ലേ? ഇംഗ്ലണ്ട് എമേർജ്ഡ് ആസ് ദ ലീഡിംഗ് നേവൽ ആൻഡ് കൊമേഴ്ഷ്യൽ പവർ ഓഫ് യൂറോപ്പ്. നമുക്കറിയാം ഈ ഒരു സമയങ്ങളിലാണ്, ക്വീൻ എലിസബത്തിൻ്റെ സമയങ്ങളിലാണ് ഡിഫീറ്റ് ഓഫ് സ്പാനിഷ് അർമാഡയിലെ ലിസ്ബണിൽ നിന്ന് വന്ന സ്പെയിൻ പീപ്പിൾസിനെ അവർ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട് ഇംഗ്ലണ്ട്. അതോടുകൂടി ഇംഗ്ലണ്ട് എന്ത് ചെയ്യാണ്, ഒരു വലിയൊരു ശക്തിയായിട്ട് ഉയർന്നു വരികയാണ്. ദെൻ സ്പിരിറ്റ് ഓഫ് നാഷണലിസം എമേർജ്ഡ്, അതായത് ഇംഗ്ലീഷുകാരൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാരൻ എന്നുള്ള ഒരു സ്പിരിറ്റ് എമേർജ് ചെയ്യുന്നത് ഈ ഒരു സമയങ്ങളിലാണ്. അപ്പോൾ ഈ ഒരു സമയങ്ങളിലാണ്, ഈ ഒരു കാലഘട്ടങ്ങളാണ്, ഈ ഒരു ഏജിലാണ് ആര് ജീവിക്കുന്നത്? നമ്മുടെ ഷേക്സ്പിയർ ജീവിക്കുന്നത്. അവർക്ക് എപ്പോഴും ജോയിൻ ചെയ്യുന്നുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടാണ് ഈ ഇടയ്ക്കൊന്നും ജോയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഷേക്സ്പിയറെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് പോകാം. നിങ്ങൾ ഈ ഒരു ഞാൻ തരുന്ന ഈ സാധനം മാത്രം പഠിച്ചു പോയാൽ മതി, വേറെ നിങ്ങളൊന്നും എക്സ്ട്രാ ഒന്നും പഠിക്കണം. എന്നിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്, സാർ എനിക്ക് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടുമോ, അവിടെ നിന്ന് അത് കിട്ടുമോ, ഇത് കിട്ടുമോ എന്നുള്ളത്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ തരുന്ന സാധനം മാത്രം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് കയറാം, ജോലിയും വാങ്ങാം. ഇതെൻ്റെ ഉറപ്പാണ്, വേറൊന്നുമില്ല. അപ്പോൾ നമുക്കറിയാം ഹി വാസ് ബോൺ ഇൻ 23rd April 1564 ആൻഡ് ഹി ഡൈഡ് ഇൻ 1616. സെയിം ഡേറ്റ് ആണ് കേട്ടോ. അത് രണ്ടും ബർത്ത് ഡേറ്റും ഡെത്ത് ഡേറ്റും ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. HSA ബേസ് നോക്കുന്ന സമയത്ത് ബർത്ത് ഡേറ്റും ഡെത്ത് ഡേറ്റും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും മറന്നു പോകരുത്. വേർ ഹി വാസ് ബോൺ, പ്ലേസ് സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഏവൻ. ഏവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏവൻ അതെന്താ സംഭവം? ബാർഡ് ഓഫ് ഏവൻ എന്ന് വിളിക്കുന്നുണ്ടല്ലോ നമ്മൾ ഷേക്സ്പിയറെ. ഏവൻ ഈസ് എ നെയിം ഓഫ് എ റിവർ. ഒരു റിവറിൻ്റെ പേരാണ് കേട്ടോ അത്. സോ വാവിക്ഷെയറിലെ ഒരു റിവറിൻ്റെ പേരാണ് ഏവൻ എന്ന് പറയുന്നത്. ഇൻ ദ കൺട്രി ഓഫ് വാവിക്ഷെയർ. വാവിക്ഷെയർ ഒരു കൺട്രിയാണ്, അതിൻ്റെ ആ ഒരു ഏരിയയിലുള്ള ഒരു റിവറിൻ്റെ പേരാണ് ഏവൻ എന്ന് പറയുന്നത് കേട്ടോ. And he was baptized at Holy Trinity Church, Stratford on 26th April 1564 after 3 days of his birth. 3 ദിവസങ്ങൾക്ക് ശേഷം ഇയാൾ എന്ത് ചെയ്യുന്നു? മാമോദിസം മുക്കുന്നുണ്ട്. Then he was born the son of John and Mary Arden Shakespeare അല്ലേ? ഇയാൾ ആരുടെ? ഷേക്സ്പിയറുടെ പാരൻസ് ആരൊക്കെയാണ്? ജോൺ ആൻഡ് മേരി ആർഡൻ. Father belonged to a farming family near Stratford. John left his family and moved to a larger commercial center. ഇപ്പോഴും ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഷേക്സ്പിയർ ഫാദറിനെ കുറിച്ച് ഒന്നിന് ഡീറ്റെയിൽസ് മാത്രം നോക്കി പോകുന്നു കേട്ടോ. ജോൺ ലെഫ്റ്റ് ഹിസ് ഫാമിലി ആൻഡ് മൂവ് ടു എ ലാർജർ കൊമേഴ്ഷ്യൽ സെൻറ്റർ സ്ട്രാറ്റ്ഫോർഡ്. ആ സമയത്ത് വാവിക്ഷെയറിനേക്കാൾ കുറച്ചും കൂടി നല്ല സ്ഥലം എവിടെയായിരുന്നു? സ്ട്രാറ്റ്ഫോർഡ് ആയിരുന്നു. ബിക്കോസ് ആസ് എ കൊമേഴ്ഷ്യൽ ട്രേഡും സംഭവം നടക്കുന്ന സ്ഥലം അവിടെ ആയിരുന്നുകൊണ്ട് ജോൺ എവിടേക്ക് മാറി? തൻ്റെ ഫാമിലി അങ്ങോട്ട് മൂവ് ചെയ്തു. അങ്ങോട്ട് സ്ട്രാറ്റ്ഫോർഡിൽ മൂവ് ചെയ്തു. ഹിയർ ഹി വർക്ക്ഡ് ആസ് എ ലെതർ വർക്കർ ഓർ എ ഗ്ലോവർ. ഈ ഗ്ലൗസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളായിട്ട് ലെതർ വർക്കറായിട്ടാണ് ആര് ജോലി ചെയ്യുന്നത്? ഷേക്സ്പിയറുടെ അച്ഛനായ ജോൺ ജോലി ചെയ്യുന്നത്. ഇൻ 1557 ജോൺ മാരീഡ് മേരി ആർഡൻ, ദ ഡോട്ടർ ഓഫ് ഹിസ് ഫാദേഴ്സ് വെൽത്തി ലാൻഡ് ലോർഡ്. അദ്ദേഹത്തിൻ്റെ ജോണിൻ്റെ അച്ഛനായ വെൽത്തി ലാൻഡ് ലോർഡ്, ജോണിൻ്റെ അച്ഛനായ ലാൻഡ് ലോർഡിൻ്റെ മകളെയാണ് അവർ വിവാഹം കഴിക്കുന്നത്, ജോണ് വിവാഹം കഴിക്കുന്നത്. ഹൂ? മേരി ആർഡൻ. ഓക്കെ. ദെൻ
William the third, William the third child of their 8 children was thus born into a respectable business household. So എത്ര മക്കളുണ്ടായിരുന്നു ജോണിന്? 8 മക്കളിൽ 8 മക്കളിൽ മൂന്നാമത്തെ മകനായിട്ടാണ് ആര് ജനിക്കുന്നത്? വില്യം ഷേക്സ്പിയർ ജനിക്കുന്നത് നമുക്കറിയാം. വില്യം ഷേക്സ്പിയർസ് ബർത്ത് സെലിബ്രേറ്റഡ് on 23rd April 1564. At the age of 4 or 5, Shakespeare would have learned to read and write English. ഇനി അദ്ദേഹത്തിൻ്റെ ഷേക്സ്പിയറുടെ എഡ്യൂക്കേഷൻ നോക്കി പോകുന്ന സമയത്ത് ഒറ്റ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ നോക്കേണ്ടതുള്ളൂ. ആ 4ഉം 5 നിങ്ങൾക്ക് വിടാം. At the age of 7, he went to King's New School. ആ സ്കൂളിൽ പേര് ഓർത്ത് വെക്കണം കേട്ടോ. He went to King's New School for what? For learning classical language Latin or Greek. അതുകൊണ്ടാണ് ബെൻ ജോൺസൺ പറഞ്ഞതെന്ത്? He learned small Latin and less Greek. ഓർത്ത് വെക്കണം, ഒരു കൊമൻ്റാണ് ബൈ ബെൻ ജോൺസൺ about Shakespeare. മറന്നു പോയത് കേട്ടോ. At the age of 7, he went to King's New School where he learned small Latin and Greek. From there he learned Latin and Greek from the King's New School. An important point ആണ്, ഓർത്ത് വെക്കണം, മറന്നു പോകരുത്. And he did not go to university because his father seems to have fallen on hard times by then due to unknown reason. അയാൾ യൂണിവേഴ്സിറ്റി പോയിട്ടില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. അതിന് റീസൺസ് നമുക്കറിയില്ല. ബിക്കോസ് some of the reasons says that his father seems to have fallen. അതായത് അതിന് കുറച്ച് വെൽത്തും കുറച്ച് ഒരു പൂവർ ഒരു അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായിരുന്ന ഒരു കുറച്ച് ക്രൈസിസും സംഭവങ്ങൾ കൊണ്ട് ഷേക്സ്പിയറെ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കാനുള്ള ഒരു ഇത് ക്യാഷ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇയാൾ യൂണിവേഴ്സിറ്റി പോകാത്തതാണ് നമ്മൾ റെക്കോർഡ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. In 1582, at 18th age, he married Anne Hathaway, a woman 8 years senior and 3 months pregnant with their first child, Susanna. അല്ലേ? അപ്പോൾ നമുക്കറിയാം ആ സമയത്ത് എന്തായിരുന്നു, ആദ്യം ഗർഭിണിയാവും പിന്നീട് കല്യാണം ഉണ്ടാവുന്നത്. അത് ആ സമയത്ത് ആ ഒരു സൊസൈറ്റിയിൽ ആ ഒരു സംഭവമാണ്. അത് നമ്മൾ ബാധിക്കുന്നില്ല. അപ്പോൾ ഏത് വർഷമാണ്? In 1582, at the age of 18, 18ാമത്തെ വയസ്സിൽ 1582 തൻ്റെ 8 വർഷത്തിന് മൂത്ത ആളായ ആരെ? ആൻ ഹാത്തവയെ വിവാഹം കഴിക്കുന്നു. At that time she was pregnant. She was 3 months pregnant. Their daughter Susanna was born in 1583. That was the first daughter. And twins Hamlet and Judith came in 1585. Then 1585 തൻ്റെ അടുത്ത ട്വിൻസായ 2 മക്കൾ ജനിക്കുന്നുണ്ട്, ഹാംലെറ്റും ആൻഡ് ജൂഡിത്ത്. The twins were possibly named after Shakespeare's friend Hamlet Sattler. എന്താണ് സ്പെല്ലിംഗ് തെറ്റി തോന്നുന്നു? ഹാംലെറ്റ് എവിടെ? ഹാംലെറ്റ്. സോറി ഹാംലെറ്റ് ആണ്. സോറി കേട്ടോ, മാറിപ്പോയതാണത്, മിസ്റ്റേക്കാണ്, സോറി. ഓക്കെ. The twins were possibly named after Shakespeare's friend Hamlet Sattler. അപ്പോൾ എങ്ങനെയാണ് ഈ ഹാംലെറ്റും ജൂഡിത്തിനും പേര് കൊടുത്തത്? തൻ്റെ ഫ്രണ്ടായ, തൻ്റെ ഒരു ബേക്കർ ഫ്രണ്ടായ ഹാംലെറ്റ് സാറ്റ്ലറിൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫായ ജൂഡിത്തിൻ്റെയും പേരാണ് ആർക്ക് കൊടുത്തത്? തൻ്റെ ട്വിൻസിന് ഇയാൾ കൊടുത്തത്. ഹാംലെറ്റ് ഡൈഡ് ഇൻ 1596. ഹാംലെറ്റ് മരിക്കുന്നുണ്ട്. 1596 ഹാംലെറ്റ് മരിക്കുന്നുണ്ട്. ഷേക്സ്പിയർ സീംസ് ടു ഹാവ് ഡിപ്പാർട്ടഡ് ടു ലണ്ടൻ സംടൈംസ് ഇൻ ദ 1580s. പിന്നെ നമുക്കൊരു പോയെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ സമയത്ത് എന്തുണ്ട്, ഷേക്സ്പിയർ ലണ്ടൻ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതിന് കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നമ്മൾ അങ്ങനെ പോയിന്റ് പഠിച്ചതിന് കാരണം ആർക്കെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം താഴെ കൊടുത്തിട്ടുണ്ട്. ഷേക്സ്പിയർസ് ഫസ്റ്റ് ബയോഗ്രഫർ ആരാ? ഷേക്സ്പിയർ ഫസ്റ്റ് ബയോഗ്രഫർ ആരാ? ഹു വാസ് ഷേക്സ്പിയർ ബയോഗ്രഫർ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പോയിന്റ് കിട്ടിയിട്ടുണ്ടോ? ആരുടെയോ നോട്ട്സിൽ കണ്ടായിരുന്നു ആ പോയിന്റ്. നിക്കോളാസ് റോവിയാണ് ഷേക്സ്പിയറുടെ നമ്മുടെ ബയോഗ്രഫർ എന്ന് പറയുന്നത് കേട്ടോ, മറന്നു പോകണ്ടേ. അയാൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, റീകൗണ്ടഡ് സ്ട്രാറ്റ്ഫോർഡ് ലെജൻഡ് ദാറ്റ് ഷേക്സ്പിയർ ഫ്ലെഡ് the town for London to escape prosecution for deer poaching in the estate of local squire തോമസ് ലൂസിയുടെ പറമ്പിൽ നിന്ന് ഒരു ഡിയറിനെ ഹണ്ട് ചെയ്ത് പിടിച്ചു എന്നുള്ള ആ ഒരു കേസിൽ പ്രോസിക്യൂഷൻ ഭയന്നിട്ടാണ് ആര് പോകുന്നത്? വില്യം ഷേക്സ്പിയർ ലണ്ടൻ വിട്ടിട്ട് വേറെ എവിടേക്കോ പോകുന്നത്. അങ്ങനെയാണ് ഒരു ഹിസ്റ്ററി, നമ്മുടെ നിക്കോളാസ് റോവ് എഴുതിയൊരു ഹിസ്റ്ററിയാണ്. അങ്ങനെ സംഭവം ഉണ്ടെന്ന് കേട്ടോ. ഷേക്സ്പിയർസ് ഈസ് ഓൾസോ സപ്പോസ് ടു ഹാവ് ടേക്കൺ ഹിസ് റിവെഞ്ച് ഓൺ ലൂസി ബൈ റൈറ്റിംഗ് എ സ്കുരിലിയസ് ബലാഡ് അബൌട്ട് ഹിം. അയാളെക്കുറിച്ചൊരു റിവെഞ്ച് അയാളെക്കുറിച്ച് ഒരു ബലാഡും എഴുതിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. The 7 years from 1585 to 1592 are called lost years. ഈ സമയങ്ങളിൽ നമുക്ക് ഷേക്സ്പിയറെ കുറിച്ച് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ഒരു എവിഡൻസ് അല്ലെങ്കിൽ
നമുക്കൊരു ഇൻഫർമേഷൻ ഒന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ലോസ്റ്റ് ഇയേഴ്സ് എന്നാണ് വിളിക്കപ്പെടുന്നത്. മറന്നു പോകരുത് കേട്ടോ. The 7 years from 1585 to 1592 are called lost years. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പോയിൻറ്റ്സ് ഇതിന് ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾ എഴുതാത്ത പോയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴേ നോട്ട് ചെയ്ത് വെക്കുക, മറന്നു പോകണ്ട. In 1592, we have the first clear reference to Shakespeare as an actor or playwright in London, Nicholas Roy Shakespeare's first biography. താഴെ കൊടുത്തിട്ടുണ്ട്. It is not known definitely when Shakespeare began writing, but contemporary allusions and records of performance show that several of his plays were on the London stage by 1592. 1592 അദ്ദേഹത്തിൻ്റെ പ്ലേകൾ ആദ്യമായിട്ട് എവിടെ കളിക്കുന്നത്, സ്റ്റേജിൽ പ്ലേ ചെയ്യാൻ തുടങ്ങുന്നത് കേട്ടോ. By then, he was sufficiently known in London to be attacked in print by the playwright Robert Greene in his gross worth of wit from that year. അങ്ങനെ ഈ സമയത്തുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. They were called university wits. ആരൊക്കെയാ യൂണിവേഴ്സിറ്റി വിറ്റ്സ്? ആരൊക്കെയാ? എന്താ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ഇറ്റ് മീൻ? വാട്ട് ഇസ് എ ഗ്രൂപ്പ് ഓഫ് പ്ലേറൈറ്റ്സ്, റൈറ്റ്? അവരെന്താണ് വിളിക്കാനുള്ള കാരണം എന്താ? Why they are called university wits? എന്താണ് അവർ കേംബ്രിഡ്ജിന്നോ അല്ലെങ്കിൽ they studied in Cambridge or Oxford. That's why they are called university wits. ആരൊക്കെയാണ് അവര്? ഓൾമോസ്റ്റ് തോമസ് നാഷ് ഉണ്ട്, ക്രിസ്റ്റഫർ മാർലോ ഉണ്ട്, റോബർട്ട് ഗ്രീൻ ഉണ്ട്. ക്രിസ്റ്റഫർ മാർലോ, റോബർട്ട് ഗ്രീന്. അപ്പൊ സംഭവം എന്താണ്? അപ്പോൾ ഇയാൾക്ക് റോബർട്ട് ഗ്രീന് പറ്റിയില്ല. കാരണം ഷേക്സ്പിയർ വാസ് എ ഫേമസ് പ്ലേ റൈറ്റ് അറ്റ് ദാറ്റ് ടൈം. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ ഒന്ന് കളിയാക്കിയിട്ട് പറഞ്ഞു, വാട്ട് ദർ ഇസ് എൻ അപ്സ്റ്റാർട്ട് ക്രോ ബ്യൂട്ടിഫൈഡ് വിത്ത് ഓഫ് ഫെതേഴ്സ്. ഇത്രയൊന്നും അല്ല കേട്ടോ, കുറേ ഉണ്ട്. ആ ഒരു ലൈന് കുറേ ഉണ്ട്, ഞാൻ ഫുൾ ഉൾപ്പെടുത്തില്ല എന്ന് മാത്രം. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളൂ, മറന്നു പോകണ്ട ഈ ഒരു പോയിന്റ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്സിൽ എഴുതിയിട്ടുണ്ടാവും. എഴുതാത്തവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. സ്കോളേഴ്സ് ഡിഫർ ഓൺ ദ എക്സാക്ട് മീനിങ് ഓഫ് ദ Green's words, but most agree that Green was accusing Shakespeare of reaching above his rank in trying to match such university-educated writers as Christopher Marlowe, Thomas Nashe, and Green himself. So they so-called university wits. അപ്പോൾ അവരെ റാങ്കിനേക്കാൾ മുകളിൽ പോകുന്നുള്ള പേടി കൊണ്ടാണ് ആ ഒരു കമൻറ്റ് എന്ത് ചെയ്തത് ഗ്രീന് പറഞ്ഞത്. ഇൻ ഹിസ് വർക്ക്, വിച്ച് വർക്ക്? ഗ്രോഡ്സ് വർത്ത് ഓഫ് വിറ്റ് ഫ്രം ദാറ്റ് ഇയർ. പിന്നെ നമുക്കറിയാം ദ ലോർഡ് ഷാംബർലൈൻസ് മാൻ. എന്താണത്? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് എ കമ്പനി ഓഫ് ആക്ടേഴ്സ് ഓർ എ പ്ലേയിങ് കമ്പനി, അല്ലേ? ഒരു പ്ലേയിങ് കമ്പനിയുടെ ഒരു ആക്ടേഴ്സിൻ്റെ ട്രൂപ്പായിരുന്നു എന്ത് ഈ ലോർഡ് ചാംബർലൈൻസ് മാൻ എന്ന് പറഞ്ഞത്. ഫോർ വിച്ച് വില്യം ഷേക്സ്പിയർ റോഡ് ഡ്യൂറിങ് മോസ്റ്റ് ഓഫ് ഹിസ് കരിയർ. റിച്ചാർഡ് ബർബേജ് പ്ലേഡ് മോസ്റ്റ് ഓഫ് ദ ലീഡ് റോൾസ്. ഇമ്പോർട്ടൻ്റ് ആണ്. റിച്ചാർഡ് ബർബേജ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അതായത് ഷേക്സ്പിയറുടെ മോസ്റ്റ് ഓഫ് പ്ലേസിനെയും ലീഡിങ് റോള് ആക്ട് ചെയ്ത ആളായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ formed at the end of a period of flux in the theatrical world of London. It had become in 1603 one of the two leading companies of the city and was subsequently patronized by James First. James First ഇത് ആക്സസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റിലേക്ക് സമയത്ത്. അപ്പോൾ അതിൻ്റെ പേര് മാറ്റുന്നുണ്ട്. ആ പേര് എന്തായിരിക്കും അറിയാം? കിങ്സ്മാൻ. വെരി ഗുഡ്. കിങ്സ്മാൻ എന്ന പേരിലേക്ക് ആ സാധനം മാറി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് കമൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കമൻസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യാം, മാക്ബത്ത് എടുക്കുന്ന സമയത്ത് അതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ കമൻസ് അബൌട്ട് ഷേക്സ്പിയർ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമൻസും നോക്കി പോകേണ്ട ആവശ്യം നമുക്കില്ല. കുറച്ച് ഇമ്പോർട്ടൻ്റായ കുറച്ച് കമൻസ് മാത്രം നോക്കി പോകണം. അത് നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. ഇത് നമ്മുടെ മാണി സാറ് പറഞ്ഞ കുറച്ച് കമൻസാണ്. ഫസ്റ്റ് കമൻറ്റ് എന്താ? ബെൻ ജോൺസൺ കോൾഡ് ഹിം സ്വീറ്റ്സ് മാൻ ഓഫ് ഏവൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബെൻ ജോൺസൺ കോൾഡ് ഹിം സ്വീറ്റ്സ് മാൻ ഓഫ് ഏവൻ. അടുത്തത് സെയിം ബെൻ ജോൺസൺ തന്നെയാണ്. ഹീസ് സ്മോൾ ലാറ്റിൻ ആൻഡ് ലെസ് ഗ്രീക്ക്. മറന്നു പോരുത്. തേർഡ് വൺ, ഹീസ് എൻ അബ്സ്ട്രാക്ട് ക്രോ ബ്യൂട്ടിഫൈഡ് വിത്ത് ഓഫ് ഫെതേഴ്സ്, റോബർട്ട് ഗ്രീൻ. ഫോർത്ത് വൺ, ഹീസ് എ പോയിറ്റ് ഓഫ് നേച്ചർ, ഡോക്ടർ ജോൺസൺ. ഷേക്സ്പിയർ ഹാസ് നോ ഹീറോസ്, ഡോക്ടർ ജോൺസൺ. ഷേക്സ്പിയർ ഹാസ് നോ ഹീറോസ്, ഓൺലി ഹീറോയിൻസ്, ജോൺ റസ്കിൻ. മാറ്റമുണ്ട്, ഓർത്ത് വെക്കാം കേട്ടോ, മറന്നു പോരുത്. Among the principal characters of Shakespeare, there is only one weak woman, John Ruskin, about Ophelia. Ophelia, ഏത് ക്യാരക്ടറാണ്? ഇത് പ്ലേ എന്ന് വരുന്നതാ? Hamlet is an example of which type of tragedy? Revenge tragedy or Senecan tragedy. Senecan tragedy or revenge tragedy ഒരു എക്സാമ്പിൾ ആണ് എന്ത്? നമ്മുടെ
ഹാംലെറ്റ് എന്ന് പറയുന്ന ആ ഒരു വർക്ക് കേട്ടോ. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും വെൻ കംസ് ടു മാക്ബത്ത്. വിൽ ഡിസ്കസ് ഓൾ ദീസ് എലമെൻറ്റ്സ് ഇൻ പ്ലേസ് കേട്ടോ. പ്ലേയുമായി ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ എലമെൻറ്റും നമ്മൾ ആ സമയത്ത് ഡിസ്കസ് ചെയ്യും കേട്ടോ, മറന്നു പേടിക്കണ്ട. He was a man who of all modern and perhaps ancient poets had the largest and the most comprehensive soul. ആര് പറഞ്ഞതാ? ഡ്രൈഡൻ പറഞ്ഞാണ് അദ്ദേഹത്തെക്കുറിച്ച് കേട്ടോ. നെക്സ്റ്റ് വൺ, അവർ മിരിയാഡ് മൈൻഡ് ഷേക്സ്പിയർ കോൾറിഡ്ജും. ഞാൻ കണ്ടു നിങ്ങൾ കറക്റ്റ് ഒരുപാട് കമൻസ് വരുന്നുണ്ട്, പക്ഷേ ആ കമൻസ് എല്ലാം നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ കമൻസ് മാത്രം നമ്മൾ നോക്കി പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. മൊത്തമായിട്ട് നമ്മൾ നോക്കി പോകാൻ എന്തായാലും കഴിയില്ല, കാരണം ഈ കമൻസ് പഠിക്കാൻ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കമൻസ് മാത്രം നോക്കി പോവാം. ബാക്കി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വായിച്ചെങ്കിലും നോക്കുക, പറ്റാവുന്നത്ര പഠിക്കുക. ഓക്കെ, നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ടെക്സ്റ്റിലേക്ക് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ നമ്മൾ ഓതറെ കുറിച്ച് അല്ലാതെ അങ്ങോട്ട് ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഓതറെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാ കാര്യം നോക്കി പോകും വേണം. ക്ലിയർ? ഇനി നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ഒരു പ്ലേഗ് ഇയേഴ്സ്, അതായത് പ്ലേഗ് വന്ന സമയത്ത് ഷേക്സ്പിയറിൻ്റെ പ്ലേകളൊന്നും ഏതൊരു സമയമുണ്ട്. ആ സമയത്ത് ഉള്ള 2 വർക്കുകളാണ് വീനസ് ആൻഡ് അഡോണൈസും ആൻഡ് ഓൾസോ ദ റേപ്പ് ഓഫ് ലുക്രീസും. ഇത് 2 നെറേറ്റീവ് പോയംസ് ആണ്, ബോത്ത് ഡെഡിക്കേറ്റഡ് ടു ദ ഏൾ ഓഫ് സതാംപ്ടൺ, പ്രോബബ്ലി സീക്കിംഗ് ഹിസ് പാട്രണേജ്. ഏൾ ഓഫ് സതാംപ്ടൺ ആരാണ്? ഹെൻറി റയത്തോസ്ലി ഓർ വില്യം ഹെർബർട്ട്? വിച്ച് വൺ? ഏൾ ഓഫ് സതാംപ്ടൺ ആരാ? നമുക്ക് പഠിക്കാനുള്ള മിസ്റ്റർ WH എന്ന് പറയുന്നത് ഹെൻറി റയത്തോസ്ലി. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ വീനസ് ആൻഡ് അഡോണൈസും ആൻഡ് റേപ്പ് ഓഫ് ലുക്രീസും ആ ഇയർ ഓർത്ത് വെക്കുക, മറന്നുപോയത് 1593 വീനസ് ആൻഡ് അഡോണൈസ് ആൻഡ് 1594 റേപ്പ് ഓഫ് ലുക്രീസ്. അത് മറന്നു പോയത് കേട്ടോ, അത് രണ്ടും ഒന്ന് ഓർമ്മയിലുണ്ടാവണം. ദീസ് ആർ ദ 2 നോൺ ഡ്രാമാറ്റിക് പോയിട്രി ബൈ വില്യം ഷേക്സ്പിയർ. ഇനി നമുക്ക് വരാൻ പോകുന്നത് സോണറ്റുകളിലേക്കാണ്. ഷേക്സ്പിയറിയൻ സോണറ്റ് അല്ല, സോണറ്റ് ഇൻ ജനറൽ. നമ്മൾ എന്താണ് സോണറ്റ്, അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ്, ഹു ഇൻവെൻറ്റഡ് സോണറ്റ്, അതൊക്കെ നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കാൻ പോകുന്നത്. Shakespeare's sonnets are considered a continuation of the sonnets tradition that swept through the Renaissance from Petrarch in 14th century Italy and was finally introduced in 16th century England by Thomas Wyatt and was given its rhyming meter and division into quatrains by Henry Howard. നിങ്ങെന്താ കിട്ടി? 3 പോയിന്റ് എന്താ കിട്ടിയത്? 14th സെഞ്ച്വറിയിൽ ആരാണത്? ഇറ്റാലിയൻ സൊനറ്റിയറായ ഫ്രാൻസിസ്കോ പെട്രാർക്ക് ഉണ്ടായിരുന്നത്. ദെൻ വെൻ ഇറ്റ് കംസ് ടു 16th century, ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഇംഗ്ലീഷ് സോണറ്റ് ഇൻ ടു ഇംഗ്ലണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. ആ ഇൻട്രൊഡ്യൂസ് ആളാരാ? ഹു ഇൻട്രൊഡ്യൂസ്ഡ് ആരാ? തോമസ് വ്യാട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹു ഇംപ്രവൈസ്ഡ്, ഹു ഗിവൻ റൈം സ്കീം ആൻഡ് ഹു ഗിവൻ മീറ്റർ ടു സോണറ്റ് ആരാണ്? അതാരാ? ഹെൻറി ഹൊവാർഡ് ഓർ ഏൾ ഓഫ് സറേ കേട്ടോ, അതും ഓർത്ത് വെക്കാം. അപ്പോൾ ആ 2 പോയിന്റും ഇമ്പോർട്ടൻ്റ്, മറന്നു പോരുത്. ഫ്രം ദി ഇറ്റാലിയൻ വേർഡ് സോണറ്റോ മീൻസ് ലിറ്റിൽ സോങ്. സോ അടുത്ത പോയിന്റ് കിട്ടി. എവിടെ നിന്നാണ് സോണറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഒറിജിൻ? ഫ്രം ഇറ്റാലിയൻ വേർഡായ സൊണറ്റോ എന്നുള്ള വേർഡിൽ നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ വരുന്നത് കേട്ടോ, മറന്നു പോരുത്. അടുത്തത് ഇൻവെൻഷൻ ഡ്യൂറിങ് 12th century ഇറ്റാലിയൻ സോണറ്റിയർ ഗിയാക്കോമോ ഡി ലെൻറ്റീനി. ഈ ഗിയാക്കോമോ ഡി ലെൻറ്റീനി എന്ന് പറയുന്ന ഒരു സോണറ്റിയറാണ് ഇത് ഇൻവെൻറ്റ് ചെയ്തത് in 12th century, മറന്നു പോരുത്. ദെൻ മോസ്റ്റ് ഫേമസ് ഏർലി ഇറ്റാലിയൻ സൊനറ്റിയർ വാസ് ഫ്രാൻസിസ്കോ പെട്രാർക്ക്. അപ്പോൾ നമുക്ക് ഇവൻ ഈ ഇൻവെൻറ്റഡ് ദ ഫേമസ് ഇറ്റാലിയൻ സൊനറ്റിയർ വാസ് ഹൂ? പെട്രാർക്ക് കേട്ടോ. ഫ്രാൻസിസ്കോ പെട്രാർക്കാണ് ഫാദർ ഓഫ് ഹ്യൂമനിസം എന്ന് അറിയപ്പെടുന്ന ഫ്രാൻസിസ്കോ പെട്രാർക്കാണ് ഫേമസ് ഇറ്റാലിയൻ സൊനറ്റിയർ in 14th century. His Canzoniere, a sequence of poems including 317 sonnets addressed to his idealized beloved Laura. ഇയാളൊരു സോണറ്റ് സീക്വൻസ് ഉണ്ട്, കാൻസോണിയർ എന്ന് പറഞ്ഞിട്ട്, ഓർത്ത് വെക്കുക നെയിം കാൻസോണിയർ. ഇൻ ദാറ്റ് വർക്ക് ഹി ഹാസ് റിട്ടൺ 317 സോണറ്റ്സ് ടു ഹിസ് ഐഡിയലിസ്റ്റ് ബിലവ്ഡ് ലോറ. ലോറ എന്ന് പറഞ്ഞൊരു ബിലവ്ഡിന് എഴുതിയ ഒരു ഒരു സോണറ്റുകളാണ് കാൻസോണിയർ എന്ന് പറയുന്ന ആ ഒരു സോണറ്റ് സീക്വൻസ്. ദെൻ പെട്രാർക്കൻ സോണറ്റിലുള്ള പ്രത്യേകത എന്താണ്? പെട്രാർക്കൻ സോണറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ ഒക്ടേവ്. വാട്ട് ഇസ് ഒക്ടേവ്? ഒക്ടേവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോണറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സോണറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 14 ലൈൻസ് അല്ലേ, ഒരു 14 ലൈൻസിന് അടങ്ങിയ ഒരു ഗ്രൂപ്പാണ്, ഒരു കോമ്പണൻ്റ് എന്ത് സോൺ എന്ന് പറയാം. അതിന് 2 ഡിവിഷൻ വരുന്നുണ്ട്. ഇറ്റാലിയൻ സോണറ്റ് പെട്രാർക്കൻ സോണറ്റ് ആണെങ്കിൽ ഒരു ഡിവിഷനും, ഇംഗ്ലീഷ് സോണറ്റ് ആകുമ്പോൾ വേറെ ഡിവിഷനാണ് വരുന്നത്. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു പെട്രാർക്കൻ സോണറ്റ് ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു 2, ഒക്ടേവ് ആൻഡ് സെസ്റ്ററ്റ്. ഒക്ടേവ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഗ്രൂപ്പ് ഓഫ് 8 ലൈൻസ് ആണ്, ഫോളോവ്ഡ് ബൈ എ സെസ്റ്റഡ് ഗ്രൂപ്പ് ഓഫ് 6 ലൈൻസ്, ടോട്ടൽ 14 ലൈൻസ് അല്ലേ. അപ്പോൾ ആദ്യം 8 ലൈൻസിൻ്റെ ഒരു ഗ്രൂപ്പും ദെൻ 6 ലൈൻസിൻ്റെ അനദർ ഗ്രൂപ്പും, അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് 14. ഫസ്റ്റ് ഒക്ടേവ്, സെക്കൻഡ് വൺ സെസ്റ്ററ്റ്. The octave forms a preposition which describes a problem or question followed by a sestet which proposes a resolution. നമുക്കറിയാം ഫസ്റ്റ് ഓഫ് 8 ലൈൻസിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അവർ പ്രസൻറ്റ് ചെയ്യും, അടുത്ത 6 ലൈൻസ് എന്തുണ്ടാവും, അതിൻ്റെ സൊല്യൂഷൻ കൂടി അവർ കൊടുക്കും. ഒരു സൊല്യൂഷൻ പോലെയാണ് ആ ഒരു സോണറ്റ് വരിക. ആ 8th ലൈൻ കഴിഞ്ഞ് 9th ലൈനിലേക്ക് വരുന്ന സമയത്ത് ഒരു ടേം പറയും നമ്മൾ, ആ പ്രപ്പോസിഷൻ, അതായത് പ്രോബ്ലത്തിന് റെസൊല്യൂഷനിലേക്കുള്ള ആ ഒരു ചേഞ്ചിന് ഒരു പേര് പറയും, ഒരു ടേം പറയും. ആ ടേം ആർക്കും അറിയാമോ? വോൾട്ട അല്ലെങ്കിൽ ടേൺ or volta. Typically, the 9th line initiates what is called the turn or volta, which signals the move from preposition to resolution. അതായത് 8th ലൈൻ കഴിഞ്ഞ് 9th ലൈനിൽ കിടക്കുന്ന സമയത്തുള്ള ആ ഒരു പ്രപ്പോസിഷനിൽ നിന്നും റെസൊല്യൂഷനിലേക്കുള്ള ആ ഒരു ചേഞ്ച് വിളിക്കുന്ന പേരുണ്ട് ടേൺ അല്ലെങ്കിൽ വോൾട്ട. മറന്നു പോകണ്ട, ഓർത്ത് വെച്ചോളൂ. Petrarch typically used an AB ഒരു മിനിറ്റ് ആർക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. Petrarch typically used an ABBA in octaves followed by either CDE or CDC. മറന്നു പോകണ്ട, ഇത് ഞാൻ ഉണ്ടാക്കിയൊരു കോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അബ്ബ എന്താ ABBA അബ്ബ കിടേ എന്താ CDE അടുത്ത് കിടക്ക് CDC. ഇത് നമുക്ക് കേൾക്കുമ്പോൾ ചോക്ക്പടായി തോന്നും, എന്നാലും നമുക്ക് ഓർത്തിരിക്കാൻ എന്തെങ്കിലും ഒരു കോഡ് ഉണ്ടാക്കി വെച്ച ഓർമ്മ നന്നാവും കേട്ടോ. അപ്പോൾ പെട്രാഗൻസോണിൻ്റെ റൈം സ്കീമ പറഞ്ഞത് ABBA അബ്ബ ദെൻ CDE ഓർ CDC. സെസ്റ്റേറ്റ് 2 ടൈപ്പിൽ വരും, CDE അല്ലെങ്കിൽ CDC. മറന്നു പോകണം കേട്ടോ. യൂഷ്വലി റിട്ടൺ അയാംബിക് പെൻറ്റാമീറ്റർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് അയാംബിക് പെൻറ്റാമീറ്റർ? എന്താ നിങ്ങൾ മീറ്റർ വാങ്ങി പഠിച്ച ആൾക്കാർ പറയുക, വാട്ട് ഈസ് അയാംബിക് പെൻറ്റാമീറ്റർ? ആ 5 ഫൂട്ടിൻ്റെ ഒരു മീറ്റർ, 5 ഫൂട്ടിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ആണ് പെൻറ്റാമീറ്റർ. അയാമ്പ് എന്താ? അൺറൈംഡ്. സ്ട്രെസ്ഡ്. ഫസ്റ്റ് ഏതാ വരുന്നത്? അൺസ്ട്രെസ്ഡ് ആണോ സ്ട്രെസ്ഡ് ആണോ? ഫസ്റ്റ് അൺസ്ട്രെസ്ഡ് വരും, ദെൻ സ്ട്രെസ്ഡ് സിലബിൾ വരും അല്ലേ. സിമ്പിളാണ്. Iambic meter is often called the heartbeat meter. Why it is called heartbeat meter? എന്തുകൊണ്ടാ? നമ്മൾ ഹാർട്ട് അടിക്കും, അത് സ്ട്രെസ്സ്, അത് ഒരു അടുത്ത് കഴിഞ്ഞാൽ ഒരു ഇത് വരില്ലേ, ആ ഒരു ഒന്നടിക്കും പിന്നെ അടിക്കില്ല, ആ ഒരു സിസ്റ്റം വരുമല്ലോ. അതുകൊണ്ട് ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഹാർട്ട് ബീറ്റ് മീറ്റർ എന്ന് വിളിക്കുന്നത് കേട്ടോ, ബിക്കോസ് ഓഫ് സിമിലാരിറ്റി ഓഫ് ദി റൈം ഓഫ് ദി ഹ്യൂമൻ ഹാർട്ട്. എ പോയറ്റിക് ലൈൻ വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് 5 feet ഈസ് കോൾഡ് പെൻറ്റാമീറ്റർ. 5 feet, അതായത് ഒരു സ്ട്രെസ്ഡും ഒരു അൺസ്ട്രെസ്ഡും അങ്ങനെ വരുന്ന 5 feet, 5 ഡിവിഷൻ വരുന്ന ഒരു ലൈൻ വിളിക്കുന്ന പേരാണ് പെൻറ്റാമീറ്റർ. ഓക്കെ. ആൻഡ് അയാംബിക് പെൻറ്റാമീറ്റർ ഈച്ച് ലൈൻ ടിപ്പിക്കലി ഹാസ് 10 syllables. നമുക്കറിയാം 2 syllables. Okay. In iambic pentameter, each line typically has 10 syllables organized into 5 pairs called iambs. അതായത് നമ്മൾ 2 syllable അടങ്ങിയ ഒരു അയാമ്പ്, ഒരു ഗ്രൂപ്പാണ് എടുക്കുക, അതാണ് അയാമ്പ് എന്ന് വിളിക്കുന്നത്. ഈച്ച് അയാമ്പ് കൺസിസ്റ്റ് ഓഫ് an unstressed syllable followed by a stressed one. അതായത് അതിൽ ആ ഒരു അയാമ്പിൽ എന്തുണ്ടാവും? ഒരു അൺസ്ട്രെസ്ഡ് സിലബിൾ ഉണ്ടാവും, തൊട്ടപ്പുറത്ത് ഒരു സ്ട്രെസ്ഡ് സിലബിൾ ഉണ്ടാവും. അങ്ങനത്തെ 5 അയാമ്പ് കൂടിയതാണെന്ത്? ഒരു അയാംബിക് പെൻറ്റാമീറ്റർ. ആ 5 അയാമ്പ് കൂടുമ്പോൾ 5 feet വരും, 5 feet വരും. അതുകൊണ്ട് ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് പെൻറ്റാമീറ്റർ. ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ? 1 feet and 2 syllable ആണ്. ഒരു സ്ട്രെസ്ഡ് 1 feet 2 syllable ആണ്. അതായത് ഒരു അൺസ്ട്രെസ്ഡ് സിലബിൾ ഫസ്റ്റ് വരും, ദെൻ സ്ട്രെസ്ഡ്. അത് ഞാൻ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. നമ്മുടെ പോയത്തിൽ നമ്മുടെ സോണത്തിലുള്ള ഫസ്റ്റ് ലൈനാണ്, ഇറ്റ് ഈസ് ബെറ്റർ ടു ബി വൈൽഡ് ദാൻ വൈൽ എസ്റ്റീംഡ്. അതിൽ 5 ഇതായി കൊടുത്തിട്ടുണ്ട്, ഞാൻ 5 feet ആയി കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺസ്ട്രെസ്ഡ് ആണ്, ബെറ്റ് സ്ട്രെസ്ഡ് ആണ്. അങ്ങനെയാണ് അതിൻ്റെ ഡിവിഷൻ വരുന്നത്. തൊട്ട് താഴെ അടുത്തൊരു ലൈനും കൊടുത്തിട്ടുണ്ട്, വെൻ നോട്ട് ടു ബി റിസീവ്സ് റിപ്രോച്ച് ഓഫ് ബീങ് എന്ന് പറയുന്ന അടുത്തൊരു ലൈനും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ എത്ര ഓർത്ത് വെച്ചാൽ മതി, പെൻറ്റാമീറ്റർ എന്ന് പറയുന്നത് 5 feet ആണ്.
അയാംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് 2 syllables. വൺ ഈസ് അൺസ്ട്രെസ്ഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്ട്രെസ്ഡ്. അത്ര ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ദെൻ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ സോണറ്റിൻ്റെ ഒരു ഒറിജിനെ നോക്കി, പിന്നെ സോണറ്റിൻ്റെ ആ പെട്രാഗ്നസ് സോണറ്റിൻ്റെ ഒരു ടൈപ്പും അതിൻ്റെ റൈം സ്കീം നോക്കി, അതിൻ്റെ ഒക്ടേവും സെറ്റ്സെറ്റൊക്കെ നോക്കി ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നതിലേക്കാണ് ഇംഗ്ലീഷ് സോണറ്റിലേക്ക് പോകാൻ പോകുന്നത്. ദ ഫസ്റ്റ് നോൺ സോണറ്റ് ഇൻ ഇംഗ്ലീഷ് വെയർ റിട്ടൺ ബൈ സർ തോമസ് വ്യാട്ട് ആൻഡ് ഹെൻറി ഹൊവാർഡ്, ദ ഏൾ ഓഫ് സറേ. ഫസ്റ്റ് നമുക്കറിയാം ഇംഗ്ലീഷ് സോണറ്റ് എഴുതിയ ആരായിരുന്നു? ഹെൻറി ഹൊവാർഡ് ഓർ തോമസ് വ്യാട്ട്. അവർ രണ്ടുപേരുമാണ് സോണറ്റ് എന്ന സിസ്റ്റം ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നത്, ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്ന ഇവരൊക്കെയാണ്. Sonnets are introduced in England by Thomas Wyatt in the early 16th century. While Wyatt introduced the sonnet into English, it was Surrey who improvised the form with a new rhyme scheme: ABAB, CD, EF, GG. This is the rhyme scheme of English sonnet or Shakespearean sonnet. Why it is called Shakespearean sonnet? നമ്മൾ ഇംഗ്ലീഷ് സോണറ്റ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ കേട്ടിട്ടുള്ളത് എന്താണ്? ഷേക്സ്പിയറിൻ സോൺ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് എന്തുകൊണ്ടാണ്? വൈ ഇറ്റ് ഇസ് കോൾഡ് ലൈക്ക് ദാറ്റ്? ഷേക്സ്പിയർ ആണ്. ഷേക്സ്പിയർ വാസ് പോപ്പുലറൈസ്ഡ് ഇംഗ്ലീഷ് സോണറ്റ്. ഹി റോട്ട് മെനി സോണറ്റ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് സോണറ്റ്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് ഷേക്സ്പിയറിയൻ സോണറ്റ് കേട്ടോ. അതും കൂടെ അറിയപ്പെടുന്നത്. അപ്പോൾ അതിന് റൈം സ്കീം എന്തായിരുന്നു? എ ബി കേട്ടില്ല. അതും പറയാറുണ്ട്. അതും അതിൻ്റെ ഒരു വേറെ പേരാണ്. പക്ഷെ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യാറുള്ളത് ഇംഗ്ലീഷ് സോണറ്റും അല്ലെങ്കിൽ ഷേക്സ്പിയറിൻ സോണും യൂസ് ചെയ്യാറുള്ളത്. എലിസബത്ത് സോണും പറയാറുണ്ട്. അടുത്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ റൈം സ്കീം ഒന്ന് ഓർത്ത് വെക്കുക. റൈം സ്കീം എന്തായിരുന്നു അല്ലേ ഒന്ന് പറഞ്ഞേ? എ ബി CD EF GG. പെട്രാർക്കൻ സോണറ്റ് ആണെങ്കിലോ when it comes to Petrarchan, what is he? Abba Kide CDC അത്രേ ഉള്ളൂ. നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു കോഡ് ഉണ്ടാക്കി വെക്കുക കേട്ടോ. അത് മറന്നു പോകണ്ടേ. നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു കോഡ് ഉണ്ടാക്കി വെച്ചാൽ സിമ്പിളാണ്, നമുക്ക് ഓർമ്മയിൽ നിൽക്കും. കാരണം ഞാൻ അത്രയും കാലം മറക്കാതെ ഞാൻ ആ കോഡ് ഉണ്ടാക്കി വെച്ചോണ്ടാ. അതേപോലെ എനിക്ക് വേറെ ഓർമ്മയുണ്ട്. നമ്മുടെ ഒരു ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഒരു സൈലൻറ്റ് വേ എന്ന് പറഞ്ഞ മെത്തേഡ് പഠിപ്പിക്കുന്നത് നമുക്ക്. അത് കുട്ടികളുടെ നമ്മൾ ടീച്ചർ സൈലൻ്റ് ആയിട്ട് കുട്ടികൾ തന്നെ ഒരു സംഭവം പഠിക്കുന്ന മെത്തേഡ് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഉപജ്ഞാതാവ്, അതിൻ്റെ ഒരു ഇൻട്രൊഡ്യൂസർ ആരാണ്? ഗാലബ് ഗട്ടേൻ എന്ന് പറഞ്ഞ ആളാണ്. ഗാലബ് ഗട്ടേക്കിനോ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ആ സംഭവം ഉണ്ടാക്കിയത്. ഞങ്ങൾ ഒരു ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്ന സമയത്ത് ഒരു നിഷ്ല സഫീർ എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഗ്രൂപ്പ് ഈ മീറ്റിംഗിൽ ഉണ്ട് പോകുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചതാണ്. അവളിങ്ങനെ ഒരു എക്സാമിന് പഠിച്ചുന്ന സമയത്ത് അവൾ എന്തോ ഒരു കോഡ് ഉണ്ടാക്കിയാണ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൈലൻറ്റ് വേ ഗാലബ് ഗട്ടേക്കിനോ അങ്ങനെ ഒരു ഒച്ചത്തിൽ പറഞ്ഞു. ആ ഒരു സംഭവം എൻ്റെ മൈൻഡിൽ എവിടെയോ തങ്ങിക്കുന്നുണ്ടായിരുന്നു. അത് എന്നെ എക്സാമിന് ഹെൽപ്പ് ചെയ്തു. ആ സെയിം ക്വസ്റ്റ്യൻ എക്സാം ചോദിച്ചു, ഒരു മാർക്കും കൂടെ കിട്ടി. ആ ഒരു മാർക്കിലൂടെ ഞാൻ എത്ര റാങ്ക് മുകളിൽ പോയി? 8-9 റാങ്ക് ഞാൻ മുകളിൽ പോയി. അങ്ങനെ നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുന്ന എന്തെങ്കിലും ഈ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള മൈന്യൂട്ട് കാര്യങ്ങളൊന്നും വിട്ടുപോകരുത്. എന്നേക്കാളും നിങ്ങളെക്കാളും ചെറിയ ഞാനോ അല്ലെങ്കിൽ നിങ്ങളെക്കാളും വലിയ ആരെങ്കിലും പറഞ്ഞാൽ അത് അവൻ പറയുന്നത് അവൻ എന്നേക്കാൾ ചെറുതാണല്ലോ, അല്ല അവനക്ക് PG ഇല്ലല്ലോ, അവനക്ക് നെറ്റില്ലല്ലോ, അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അറിവ് എവിടെ നിന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് റിസീവ് ചെയ്യാം, നമുക്ക് സ്വീകരിക്കാം കേട്ടോ. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി കൂടി പഠിക്കാൻ തയ്യാറാവാം. അപ്പോൾ അടുത്തത് എന്തായിരുന്നു? പിന്നെ സർ ഫിലിപ്പ് സിഡ്നി ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് സോണറ്റ് സീക്വൻസ് ആസ്റ്റഫൽ ആൻഡ് സ്റ്റെല്ല. പിന്നെ അടുത്തത് സോണറ്റ് സീക്വൻസ്, അതായത് നമ്പർ ഓഫ് സോണറ്റ് ഒറ്റ കളക്ഷനിൽ വരുന്ന അവരാണ് സോണറ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫിലിപ്പ് സിഡ്നി ഇൻ 1591 in which work Astrophel and Stella. Who is Astrophel and who is Stella? His beloved Penelope Deverich എന്ന് പറയുന്നതാണ്. Penelope Deverich ആണ് സ്റ്റെല്ല. സ്റ്റാർസ്. യെസ്, സ്റ്റെല്ല ഓർ സ്റ്റാർസ്. ആസ്ട്രോഫൽ ആണെങ്കിലോ ലവർ ഓഫ് സ്റ്റാർസ്. ആരാണത്? ഫിലിപ്പ് സിഡ്നി ആണ് ആസ്ട്രോഫൽ എന്ന് പറയുന്നത്. ഓക്കെ വെരി ഗുഡ്. The next 2 decades saw sonnet sequence by William Shakespeare, Edmund Spenser, Michael Drayton, Samuel Daniel, William Drummond and many others. അതിനുശേഷം ഒരുപാട് സോണറ്റ് സീക്വൻസ് വന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സോണറ്റ് സീക്വൻസ് വന്നിട്ടുണ്ട്. മാത്രം ഇമ്പോർട്ടൻറ്റ് ലെസ് നോക്കി പോകുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ദിസ് എ വേരിയേഷൻ ഓഫ് ഷേക്സ്പീരിയൻ സോണറ്റ് ബൈ എഡ്മണ്ട് സ്പെൻസർ. ദെൻ സ്പെൻസീരിയൻ സോണറ്റ് എന്ന് പറഞ്ഞ സാധനം പഠിക്കുകയാണ് നമുക്ക്. സ്പെൻസീരിയൻ സോണറ്റ് അത് കാര്യം മാത്രം നോക്കാനുള്ളൂ. അത് റൈം സ്കീം നല്ല രസമാണ്. ഇൻ്റർലോക്ക്ഡ് റൈം സ്കീമാണ്. 3 interlocked quatrains and a final couplet. What is in a quatrain? Quatrain എന്ന് പറഞ്ഞാൽ വാട്ട്സ് ഇൻ quatrain? A group of 4 lines.
ദെൻ ക്വിൻറ്റൈൻ. ദെൻ ക്വിൻറ്റൈൻ. ക്വിൻറ്റൈൻ എന്താ ക്വിൻറ്റൈൻ? പറയും മക്കളെ, എന്താ ക്വിൻറ്റൈൻ? ഗ്രൂപ്പ് ഓഫ് 5 ലൈൻസ് കേട്ടോ, മറന്നു പോകണ്ട. ക്വിൻറ്റൈൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് 5 ലൈൻസ്. അപ്പോൾ ഇയാളുടെ സംഭവം നല്ല രസമാണ്. ഇയാളുടെ റൈം സ്കീം അത് എ ബി അത് രണ്ട് സ്റ്റാൻസ് ഇൻ്റർലോക്ക് ആയിരിക്കും. വെൻ ഇറ്റ് കംസ് ടു ഫസ്റ്റ് സ്റ്റാൻസ എ ബി ആണ്. ഫസ്റ്റ് ക്വാർട്ടറിന് എ ബി ആണെങ്കിൽ തൊട്ടടുത്ത ക്വാർട്ടറിന് തുടങ്ങുന്നത് റൈം സ്കീമിൽ തുടങ്ങുന്നില്ല, ഏലല്ല. ഏതിലാണ് തുടങ്ങുന്നത്? ഫസ്റ്റ് ക്വാർട്ടറിന് എൻഡ് ചെയ്ത റൈം ബിയിൽ എൻഡ് ആണ് ബി സി. അടുത്തതോ സി ഡി. ലാസ്റ്റ് വൺ മാത്രമേ എന്തുള്ളൂ ഇ. ഫൈനൽ കപ്ലെറ്റ് മാത്രം. കപ്ലെറ്റ് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് 2 ലൈൻസ് ആണ് കേട്ടോ, മറന്നു പോകണ്ട. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സോണറ്റ് സീക്വൻസ്. ആ സോണറ്റിൻ്റെ ആ ഒരു സ്പെൻസീരിയൻ സോണറ്റിൻ്റെ, എഡ്മണ്ട് സ്പെൻസറുടെ സോണറ്റിൻ്റെ ആ ഒരു ഇത് വരുന്നത് അങ്ങനെ കേട്ടോ. ഇത്രയും ഇൻ്റർലോക്ക്ഡ് റൈം സ്കീം എന്ന് ഓർത്ത്. അപ്പോൾ 3 റൈം സ്കീം പഠിച്ചതൊക്കെയാണ്. ഷേക്സ്പിയറിയൻ സോണറ്റ് റൈം സ്കീം പഠിച്ചു, പെട്രാർക്കൻ പഠിച്ചു, ആൻഡ് സ്പെൻസീരിയൻ പഠിച്ചു. 3 മറന്നു പോരല്ലോ. 3 മറന്നു പോലെ വിചാരിക്കുന്നു. അത് 3 നോട്ടാണ് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്തിട്ടുണ്ടാവണേ, മറന്നു പോകരുത്. അടുത്ത് നമ്മൾ പോകുന്നത് G.M. Hopkins, Gerald Manley Hopkins invented sonnet variants such as 10.5 line curtail sonnet for his poem Pied Beauty. അതിൻ്റെ ഒരു പോയമാണ്. He introduced or he experienced 10.5 lines. നമ്മൾ സാധാരണ 40 ലൈൻസിൻ്റെ സോണറ്റ് സാധാരണ ഇതാണുള്ളത്. He invented or he introduced 10.5 line sonnet. 10 ലൈനുള്ള സോണറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഇത് പോയതായിരുന്നു പൈഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞ പോയത്തിലാണ് അയാൾ ഇതിനകത്ത്. And the 24-line chorded sonnet for his poem that nature is a Heraclean fire. 14 lines 24 ലൈൻസിൽ സോണറ്റ് ചെയ്തിട്ടുണ്ട്. 10.5 ലൈൻസിൽ സോണറ്റും എഴുതിയിട്ട് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ ആ സോണറ്റ് സീക്വൻസിൻ്റെ സോണറ്റിൻ്റെ ആ ഒരു സെഷൻ പറഞ്ഞത് മാത്രം. ലാസ്റ്റ് വൺ, W.H. Auden also wrote one of the first unrhymed sonnet in English titled The Secret Agent. അൺറൈംഡ് ആണ്, റൈം സ്കീം ഇല്ല അയാളുടെ W.H. ഓഡൻ്റെ സോണറ്റുകൾക്ക്. അൺറൈംഡ് സോണറ്റ് എഴുതിയ ആളാണ് W.H. ഓഡൻ. ആ വർക്കിൻ്റെ പേരെന്തായിരുന്നു? ദ സീക്രട്ട് ഏജൻറ്റ്. ക്ലിയർ ആണോ? നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഞാൻ പോയി. അപ്പോൾ നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? സോണറ്റ് ഇൻ ജനറൽ ആയിരുന്നു. ഇനി നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കാൻ പോവുകയാണ്. ആരുടെ സോണറ്റ്? ഷേക്സ്പീരിയൻ സോണറ്റുകൾ. ഷേക്സ്പിയർ എഴുതിയ സോണറ്റുകൾ നമ്മൾ ജനറലായിട്ട് നോക്കാൻ പോവുകയാണ്. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏരിയ കേട്ടോ. സർക്കുലേറ്റഡ് ഇൻ മാനുസ്ക്രിപ്റ്റ്സ് ബിഫോർ 1598. അതിൻ്റെ അർത്ഥം എന്താ? വാട്ട്സ് മാനുസ്ക്രിപ്റ്റ്? എന്താ? എന്താണ്? നമ്മൾ ഈ കൈയെഴുത്ത് മാസിക പോലെ നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള സംഭവം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരുന്നു ബിഫോർ 1598. 1598 ഒരാൾ 2 സോണറ്റ് മാത്രം പബ്ലിഷ് ചെയ്തു. ആരാ? ആരാണത്? ഇൻ 1598 2 സോണറ്റ് മാത്രം പബ്ലിഷ് ചെയ്തു. ആര്? അല്ലല്ല, ഫിലിപ്പ് സിഡ്നി അല്ല, വേറെ ആളാണ്. അല്ലല്ല. ആരാണ് പറഞ്ഞത്? ജഗാർഡ് പറഞ്ഞാരാ? ഹു സെഡ് ദാറ്റ്? വില്യം ജഗാർഡ്. ഏത് വർക്കില്? In Passionate Pilgrim. He published 2 sonnets in that work. Which are 2 sonnet? 2 sonnet ആർക്കും അറിയോ? 2 sonnet ആർക്കും അറിയോ? അറിയുന്നത് പറയും. 2 sonnet അറിയുന്നവരാരാ? 2 sonnet അറിയുന്നവർക്ക് സമ്മാനമുണ്ട്. ക്ലൂ എന്താ? ഇറ്റ് കംസ് 1 and 154. 1നും 184 2 സംഖ്യകളാണ്, 2 നമ്പറുകളാണ്. അതാണ് ക്ലൂ. അത് കണ്ടെത്തി ആർട്ട് ക്ലാസ്സിലേക്ക് കേട്ടോ, മറക്കണ്ട. അപ്പോൾ ഇൻ 1598 ഫ്രാൻസിസ് മിയേഴ്സ് പ്രൈസ്ഡ് ഷേക്സ്പിയേഴ്സ് സുഗേർഡ് സോണറ്റ് ഇൻ ഹിസ് പലാഡിസ് ടാമിയ ഓർ വിറ്റ്സ് ട്രഷറി. 1998 നമ്മുടെ ഫ്രാൻസിസ് മിയേഴ്സ് തൻ്റെ വർക്കായ പലാഡിസ് ടാമിയയിൽ ഇയാളുടെ വർക്കിൽ കുറച്ച് പബ്ലിഷ് ചെയ്യുന്നുണ്ട് അല്ലേ. പലാഡിസ് ടാമിയ ഇറ്റ്സ് എ വർക്ക് വിത്ത് ട്രഷറി, എ കോമൺ പ്ലേസ്, a book valuable for information on Elizabethan poets. His Palladius Tamia in 1598 is most important for its list of Shakespeare's dramatic output to 1598. Shakespeare is called the most excellent in both kinds. Important ആണ്, മറന്നു പോകരുത്. ഇതൊക്കെ അയാൾ ഈ പലാഡിസ് ടാമിയ എന്നുള്ള വർക്കിലാണ് ഇയാൾ ജോഫ്രി ചോസറെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഷേക്സ്പിയറെ കുറിച്ചും പറഞ്ഞ 2 കമൻറ്റുകളാണ്. ഫസ്റ്റ് കമൻറ്റ് എന്താണ്? ദ മോസ്റ്റ് എക്സലൻറ്റ് ഇൻ ബോത്ത് കൈൻഡ്സ്, കോമഡി ആൻഡ് ട്രാജഡി. അയാൾ എത്രയും എക്സലൻ്റ് എന്ന് പറഞ്ഞ ആരാ പറഞ്ഞത്?
ഹു സെഡ് ഇറ്റ്? ആരാ മക്കളെ പറഞ്ഞത്? എല്ലാവരും പോയോ? എല്ലാവരും ഇവിടെ ഇല്ലേ? ആരും പോയിട്ടില്ലല്ലോ. ഫ്രാൻസിസ് മേഴ്സ്. അയാളാ പറഞ്ഞത് കേട്ടോ, മറന്നു പോകണ്ട. ഇപ്പോഴൊക്കെ ആരാ ജോയിൻ ചെയ്യുന്നത്? ഓക്കെ. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്, അയാൾ ആ പലടി സ്റ്റാമ്പിൽ കുറച്ച് വർക്ക് പബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ അയാൾ പറഞ്ഞു ഹി വാസ് ദ മോസ്റ്റ് എക്സലൻറ്റ് ഇൻ ബോത്ത് കൈൻഡ്സ്, കോമഡി ആൻഡ് ട്രാജഡി. കോമഡിയിലും ട്രാജഡിയിലും നല്ല എക്സലൻ്റ് ആളാണ് ആര്? ഷേക്സ്പിയർ. ആൻഡ് ഹി സെറ്റ് സംതിങ് അബൌട്ട് ചോസർ ഓൾസോ, ദ ഗോഡ് ഓഫ് ഇംഗ്ലീഷ് പോയറ്റ്സ്, അബൌട്ട് ചോസർ. അതും കൂടി പറഞ്ഞിട്ടുണ്ട് ഇയാൾ ആ വർക്കിൽ. അപ്പോൾ അതും കൂടി ഓർത്ത് വെക്കുക. ചോസറെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, ചോസർ നമുക്ക് ടെക്സ്റ്റിലില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, മറന്നു പോകണ്ട. In 1609, the sonnets were first published in quarto format by Thomas Thorpe. Important ആണ്. In 1609, 1609 തോമസ് തോപ്പാണ് ആദ്യമായിട്ട് വില്യം ഷേക്സ്പിയറുടെ സോണറ്റ് പബ്ലിഷ് ചെയ്തത്. വിത്തൗട്ട് ദ ഓതേഴ്സ് നോളജ്, ടൈറ്റിൽ ഷേക്സ്പിയേഴ്സ് സോണറ്റ്. ആ ഷേക്സ്പിയേഴ്സ് സോണറ്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിന് ടൈറ്റിലായിരുന്നു ഷേക്സ്പിയേഴ്സ് സോണറ്റുള്ള അതിൻ്റെ ടൈറ്റിലായിട്ടായിരുന്നു ആ സമയത്ത് പബ്ലിഷ് ചെയ്തിരുന്നത്. സെക്കൻഡ് കോട്ടോ ഇൻ 1640 ബൈ ജോൺ ബെൻസൺ. ഫസ്റ്റ് കോട്ടോ ഇൻ 16. വാട്ട് ഇസ് കോട്ടോ? കോട്ടോ എന്ന് പറഞ്ഞാൽ എന്താ? കോർട്ടോ എന്താ? കോർട്ടോ എന്ന് പറഞ്ഞ സംഭവം എന്താ? ആർക്കെങ്കിലും അറിയോ? വാട്ട് ഇസ് മീൻ കോർട്ടോ? അതായത് നമ്മൾ ഈ ഒരു A4 ഷീറ്റ് 4 മടക്കൂലേ, അതിനെ വിളിക്കുന്ന പേരാണ് കോർട്ടോ. കോർട്ടർ എന്നാ പറയില്ലേ, അതിനെ വിളിക്കുന്നതാണ് കോർട്ടോ കേട്ടോ. അപ്പോൾ സെക്കൻഡ് കോർട്ടോ in 1640 by John Benson. The quarto edition has a mysterious dedication from the publisher to Mr. W.H. as the only begetter of these poems. Important ആണ്. only begetter of ഷേക്സ്പിയറിൻ്റെ സോണറ്റ് ആരാണ്? മിസ്റ്റർ W.H. ഈ W.H. എന്ന് പറഞ്ഞാൽ ഒരുപാട് കോൺസ്പിറസീസ് ഉണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. ഈ W.H. ആരാണ്? വില്യം ഹെർബർട്ട് ആണോ, അതോ വില്യം ഹെൻറി റായത്തുസ്ലി ആണോ, അത് ആരാണ്? ഒരു ഐഡിയയും ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് എന്തില്ല, ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് അത് ക്വസ്റ്റിനെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ സംഭവം എന്താണുള്ളത്. ഓർ ദ സോണറ്റ്സ് ഓട്ടോബയോഗ്രഫിക്കൽ? ഒരാൾ ചോദിച്ചതാണ്, ഒരു ഷേക്സ്പിയർ വേർഡ്സ്വർത്തിനോട് ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഒരു ആൾ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതിന് പറഞ്ഞ ആൻസർ എന്തായിരുന്നു വേർഡ്സ്വർത്ത്? എന്താ? വേർഡ്സ്വർത്ത് said that Shakespeare, with this key, Shakespeare unlocked his heart. ആ കീ എന്തായിരുന്നു? വാട്ട് ഇസ് ദ കീ? സോണറ്റ് കൊണ്ടാണ് ഇയാൾ എന്ത് ചെയ്തത്? എൻ്റെ ഹൃദയം അൺലോക്ക് ചെയ്തത്. സോണറ്റ് ഈസ് എ 14-line poem. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോയിന്റ്, പിന്നെ രണ്ടാമത് ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു അഡീഷണൽ പോയിന്റ് നോട്ടെടുത്തോളൂ. 6 additional sonnets that Shakespeare wrote and included in the plays Romeo and Juliet, Henry V and Love's Labour's Lost. 6 അഡീഷണൽ സോണറ്റുകൾ ആര് എഴുതിയിട്ടുണ്ട്? ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട്. ആൻഡ് that sonnets included in these works. Okay. The first 126 sonnets were addressed to a young man, that is called a fair youth sequence. നിങ്ങൾ എല്ലാവരും കാട്ടത് പോയിന്റുണ്ടാവും അല്ലേ? നിങ്ങൾ എല്ലാവരുടെയും നോട്ട്സിൽ ഞാൻ കണ്ട സാധനമാണ് ഫെയർ യൂത്ത് സീക്വൻസ്. ഹൂ ഇസ് എ ഫെയർ യൂത്ത് സീക്വൻസ്? ആരാണ് ഈ ഫെയർ യൂത്ത് സീക്വൻസ്? ആരോടോ ഈ ഫെയർ യൂത്ത് സീക്വൻസ്? മിസ്റ്റർ W.H. മിസ്റ്റർ W.H. നിങ്ങൾക്ക് എന്തായിരിക്കും? മിസ്റ്റർ W.H. ഞാൻ ആദ്യം പറഞ്ഞു നമ്മളെ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ഇൻട്രാക്ഷൻ ആണ്, അല്ല വെറും ഒരു പാസീവ് ലിസണറായിട്ട് ഇരിക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് കാര്യമില്ല, ഞാൻ ആദ്യം പറയാലോ. Then sonnets 127 to 154 seems to be addressed to a woman, the dark lady. ഈ ഡാർക്ക് ലേഡി എന്ന് പറഞ്ഞാൽ ഒരു കുറേ ആൾക്കാരെ 4-5 ആൾക്കാരെ പറയുന്നുണ്ട്. മേരി ഫിറ്റൺ പറയുന്നുണ്ട്, അമേലിയ ലൈനർ ആൻഡ് ലൂസി മോഗൻ, ഇവരൊക്കെ അതിൽ പറയുന്ന ഇവരൊക്കെ അതിൽ പറയുന്ന ആൾക്കാരാണ്. പക്ഷേ മോസ്റ്റ് കോമൺലി നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുള്ള മേരി ഫിറ്റനെയാണ്. ബിക്കോസ് ഹി വാസ് എ മെയ്ഡൻ ഓഫ് എലിസബത്ത്. ക്വീൻ എലിസബത്തിൻ്റെ ഒരു സെർവൻ്റ് ആയിരുന്നു ആര്? മേരി ഫിറ്റൺ. അതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും കണ്ടിട്ടുള്ളൊരു പേര് മേരി ഫിറ്റൺ ആണ്. അതുകൊണ്ട് മേരി ഫിറ്റൺ നമുക്ക് എടുക്കാം. പക്ഷേ ബാക്കിയുള്ള പേരുകളും കണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. Dark lady addressed in the poem may be Mary Fitton or Amelia Lainer or Lucy Morgan. 3 പേരും ഉണ്ട്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി നമുക്ക് റിലയബിൾ എടുക്കാൻ പറ്റുന്നത് ആരെയാണ്? മേരി ഫിറ്റൺ എന്ന് മാത്രം. Then 78 to 86 ഇതാരാ? ഇത് പഠിച്ചിട്ടുണ്ട്, റൈവൽ പോയിന്റ്. പക്ഷെ നിങ്ങൾ ആരുടെയും നോട്ട്സിൽ ഞാൻ കണ്ടില്ലല്ലോ ഈ 78 to 86 സോണറ്റ്. ഈ സോൺ സീക്വൻസ് അവർക്ക് ആർക്കും വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തതാണ്. ഇത് ഫെയർ യൂത്ത് സീക്വൻസിൽ വരുന്നതാണെങ്കിലും ഈ സോണറ്റ് സീക്വൻസ് 78 to 86 വരെയുള്ള അയാൾക്ക് വേണ്ടി ഈ റയൽ പോയിറ്റിനുള്ള പറ്റി പറയുന്ന സോൺ സീക്വൻസ് ആണ്.
അതിലും കുറേ കോൺസ്പിറസീസ് ഉണ്ട്. ജോർജ് ചാപ്മാൻ ആണോ, അല്ലെങ്കിൽ ക്രിസ്റ്റഫർ മാർലോ ആണോ, എഡ്മണ്ട് സ്പെൻസർ ആണോ, സാമുവൽ ഡാനിയൽ ആണോ, വേറെ കുറേ ഒക്കെ വരുന്നുണ്ട്. അതിൽ കുറച്ചും കൂടി നമുക്ക് എടുക്കാൻ പറ്റുന്ന ആരെയാണ്? ജോർജ് ചാപ്മാനാണ്. കാരണം ഒരുപാട് ക്രിട്ടിക്കൽ എസ്സേകൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് എസ്സേകൾ കണ്ടിട്ടുണ്ട്. ജോർജ് ചാപ്മാനാണ് കുറച്ചും കൂടി ചാൻസ് ഉള്ളത് കണ്ടിട്ടുണ്ട് കേട്ടോ, റൈവൽ പോയിട്ട്. അതും ഇതല്ല, പ്രൂവണല്ല, പക്ഷേ നമുക്ക് പറയാം, അത്രേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 1 to 126 ഈസ് ബിലോങ് ടു ഹൂം? ഫെയർ യൂത്ത്. 127 to 154 ഈ ഡാർക്ക് ലേഡി സോണറ്റാണ്. 78 to 86 റൈവൽ പോയറ്റ് സീക്വൻസ് ആണ്, മറന്നു പോകരുത്. ഇനി സോണറ്റ് 153 and 154 ആർ കോൾഡ് ക്യുപ്പിഡ് സോണറ്റ്. ഒരു മിത്തുമായി ബന്ധപ്പെട്ട, ഒരു ഗ്രീക്ക് മിത്തുമായി ബന്ധപ്പെട്ട സോണറ്റുകളാണ്. ഗ്രീക്ക് അല്ല, റോമൻ മിത്ത്. സോണറ്റ് 153 and 154 ആർ നോൺ ആസ് ദ ഗ്രീക്ക് സോണറ്റ്സ്. ബോത്ത് സോണറ്റ്സ് മേക്ക് യൂസ് ഓഫ് റോമൻ മിത്ത് ഓഫ് ക്യുപ്പിഡ്. അതായത് ക്യുപ്പിഡ് ആ ഒരു ബന്ധപ്പെട്ട ഒരു സോണറ്റിൽ വരുന്നതാണ്. അതിന് ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ക്യുപ്പിഡ് സോണറ്റ് കേട്ടോ. 153 and 154 ലാസ്റ്റ് 2 സോണറ്റ്സ്. ആൻഡ് സോണറ്റ്സ് 138 and 144, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ചോദിച്ച ക്വസ്റ്റ്യൻ. had previously been published in the 1599 in Passionate Pilgrim by William Jagard. വില്യം ജഗാർഡിൻ്റെ 1598 99 2 വർഷം പറയപ്പെടുന്നുണ്ട്. ഓരോ സ്ഥലത്ത് 98 പറയും, ചില സ്ഥലങ്ങളിൽ 99 പറയാറുണ്ട്. അപ്പോൾ ആ വർക്കിലാണ് സോണറ്റ് 138 സോണറ്റ് 144 പബ്ലിഷ് ചെയ്യപ്പെട്ടുള്ളൂ കേട്ടോ. ദിസ് ഇൻഫർമേഷൻ ഗോട്ട് ഫ്രം വിക്കിപീഡിയ. സോ അതെന്തായാലും ഷുവർ തന്നെ ആയിരിക്കും. സർ ഫിലിപ്പ് സിഡ്നി. പിന്നെ ഒരു കോൺസ്പിറസിയും കൊണ്ട് ഈ WH എന്ന് പറയുന്ന ആ ഒരു ടേം ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ഇയാൾ കിട്ടിയത്, അതിൽ എവിടെ നിന്നാണ് അതിൻ്റെ ഒരു റൂട്ട്, അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സർ ഫിലിപ്പ് സിഡ്നീസ് പോസ്റ്റ്മസ് 1591 പബ്ലിക്കേഷൻ ടൈറ്റിൽഡ് സർ PS ഹിസ് ആസ്ട്രോഫിൽ സ്റ്റെല്ല. അതായത് ആസ്ട്രോഫിൽ സ്റ്റെല്ലയുടെ പബ്ലിക്കേഷനിൽ കൊടുത്ത പേരെന്തായിരുന്നു? സർ PS എന്നുള്ള പേരാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫിലിപ്പ് സിഡ്നിയുടെ ഷോർട്ട് ഫോമായ PS എന്ന പേരാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് സ്റ്റെല്ല വിച്ച് കൺസിഡേർഡ് വൺ ഓഫ് ഷേക്സ്പിയേഴ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോഡൽസ്. അപ്പോൾ അത് മോഡലാക്കിയിട്ടാണോ ഇയാളിനി മിസ്റ്റർ WH എന്ന് കൊടുത്തതും കൂടി അങ്ങനെ ഒരു ഇതും കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. സിഡ്നീസ് ടൈറ്റിൽ മേ ഹാവ് ഇൻസ്പയർഡ് ഷേക്സ്പിയേഴ്സ്, പെർട്ടിക്കുലർലി ഇഫ് ദ WH ഓഫ് ഷേക്സ്പിയർ ഡെഡിക്കേഷൻ ഈസ് സിഡ്നീസ് നെഫ്യൂ ആൻഡ് ഹെയർ വില്യം ഹെർബർട്ട്. അതായത് ഫിലിപ്പ് സിഡ്നിയുടെ ഹെയർ ആയിരുന്നു, നെഫ്യൂ ആയിരുന്ന വില്യം ഹെർബർട്ട് കൊടുക്കുക. വില്യം ഹെർബർട്ട് എന്ന് പറയാനുള്ള കാരണം ഇതുകൊണ്ടും കൂടിയാണെന്നത് ഓർത്ത് വെക്കുക, മറന്നു പോകരുത്. The first 17 sonnets were called procreation sonnet. എന്തുകൊണ്ടാണ്? Why it is called as procreation sonnet? എന്തുകൊണ്ടാണ്? ഈ സോണറ്റുകളാണ് എന്ത് പറയുന്നത്, തൻ്റെ ഡെഡിക്കേറ്റ് അല്ലെങ്കിൽ തൻ്റെ ഓൺലി ബിഗറ്ററായ മിസ്റ്റർ WH പറയുകയാണ് എന്ത്, procreation sonnet are addressed to young man urging him to marry and have children in order to immortalize his beauty by passing to the next generation. നീ കഴിക്ക് പോയിട്ട് എന്നാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിൻ്റെ ഈ സൗന്ദര്യം, നിൻ്റെ ഈ കഴിവൊക്കെ അടുത്ത ജനറേഷനിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആരോട് പറയുന്നത്? തൻ്റെ ഡെഡിക്കേറ്റ് ചെയ്യാൻ തൻ്റെ ഓൺലി ബിഗറ്ററായ മിസ്റ്റർ WH പറയുകയാണ് ആര്? ഷേക്സ്പിയർ വിത്ത് ഹി സോണറ്റ്സ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രൊക്രിയേഷൻ സോണറ്റ്. നമ്പർ എത്രയാണ്? 1 to 17. സോണറ്റ് 1 to 17 ആണ് പ്രൊക്രിയേഷൻ സോണറ്റുകൾ കേട്ടോ. അടുത്തെന്താണ്? ദ ഫൈനൽ 2 സോണറ്റ്സ് ആർ കോൾഡ് കുപ്പി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മിസ്റ്റർ WH ദ ഡെഡിക്കേറ്റ് ഹെൻറി റായത്തസ്ലി ആയിരിക്കാം, ഉള്ള സൗത്താംപ്ടൺ. ഷേക്സ്പിയർ വീനസ് ആൻഡ് അഡോണൈസ് വാസ് ഡെഡിക്കേറ്റ് ടു സൗത്താംപ്ടൺ. നമുക്ക് ഓൾറെഡി പഠിച്ചതാണ്. വീനസ് ആൻഡ് അഡോണൈസ് ആൻഡ് റെപ്പ് ഓഫ് ലുക്രീസും ആർക്ക് ഡെഡിക്കേറ്റ് ആരായിരുന്നു? ഹെൻറി റായത്തസ്ലി ഓർ സേൾ ഓഫ് സൗത്താംപ്ടൺ ആയിരുന്നു കേട്ടോ. പിന്നെ ഈസ് പോയിറ്റ്സ് പാറ്റേണും കൂടിയാണ് അത്. നെക്സ്റ്റ് വൺ വില്യം ഹെർബർട്ട്, ഏൾ ഓഫ് പെംബ്രോക്ക് ആണ്. ഷേക്സ്പിയേഴ്സ് ഡെഡിക്കേറ്റഡ് ദ ഫസ്റ്റ് ഫോളിയോ ഓഫ് ഹിസ് വർക്ക് ടു ഹിം ആൻഡ് ടു ഹിസ് ബ്രദർ. ഫസ്റ്റ് ഫോളിയോ ഒക്കെ വരുന്നത് പ്ലേകളിലാണ്, അത് നമ്മൾ അപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ് ഷേക്സ്പിയറുടെ സോണറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകേണ്ടതാണ്, നമുക്ക് സോണറ്റ് 121 കടക്കാം. എന്താണ് സോണറ്റ് നമ്പർ 121? ദിസ് ഈസ് വൺ ഓഫ് ദി 154 സോണറ്റ്സ് റിട്ടൺ ബൈ ഇംഗ്ലീഷ് പ്ലേറൈറ്റ് ആൻഡ് പോയിറ്റ് വില്യം ഷേക്സ്പിയർ. It is a member of the Fair Youth sequence in which the poet expresses his love towards his young lover. Shakespeare's sonnet do not have any title. It is mainly known through the first line of the sonnet itself. പിന്നെ വേറൊരു ഇൻഫർമേഷൻ കിട്ടിയതാണ്, നോ ഫിയർ എന്നുള്ളൊരു പേരും കൂടി എന്തുണ്ട് നമ്മുടെ സോണറ്റ് 121 കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതും കൺഫേം അല്ല, പ്രൂവൺ അല്ല. എവിടെ നമുക്ക് അങ്ങനെ ഒരു നമ്മളങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു പേര് കണ്ടിട്ടുണ്ട്. നോ ഫിയർ എന്നുള്ള പേരും കൂടിയും എന്തുണ്ട് ഈ സോണറ്റ് 121 എന്നുള്ള സോണറ്റിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇത് പറഞ്ഞു കേൾക്കുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങാനും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എഴുതാം. അപ്പോൾ ഇനി നമ്മൾ ഡയറക്റ്റ് സോണറ്റിലേക്ക് പോകണം കേട്ടോ. സോണറ്റ് 49 സോണറ്റ് പഠിച്ചു. 3 ക്വാർട്രൈൻസ് ആൻഡ് ഫൈനൽ കപ്ലെറ്റ്. 3 ക്വാർട്രൈനായിട്ടും ആൻഡ് ഫൈനൽ കപ്ലെറ്റും കൂടി വരുന്ന ഒരു 14 ലൈൻസ് പോയമാണ് സോണറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു.
Then we are going to discuss first 4 lines. It is better to be wild than while esteemed, when not to be receives a reproach of being, and the just pleasure loss which is so deemed, not by our feeling, but by others seeing. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ സം സ്കോളേഴ്സ് ഓർ സം ക്രിറ്റിക്സ് സെഡ് ദാറ്റ് ഷേക്സ്പിയർ ഈസ് എ ബൈസെക്ഷൽ, ഒരു ബൈസെക്ഷൽ ആയ ആളായിരുന്നു ഷേക്സ്പിയർ എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ആ ഒരു ക്രിറ്റിസിസം വന്നതിന് ശേഷമാണ് ഈ സ്വന്തം 121 എഴുതാനുള്ള കാരണം എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. അതും കാരണം മാത്രമേ ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ സെക്ഷൻ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മീനിങ് ഈ പോയത് സോണിന് വരാനുള്ള കാരണം. നോക്കാം എന്തായാലും. ഫസ്റ്റ് ലൈൻ, ദ സ്പീക്കർ ഓപ്പൺസ് ബൈ സജസ്റ്റിംഗ് ദാറ്റ് ഇറ്റ്സ് ബെറ്റർ ടു ബി ആക്ച്വലി ബി വൈൽ ദാൻ ടു ബി റോങ്ലി ലേബിൾഡ് ആസ് സച്ച്. നമ്മൾ എന്താണ് വൈൽ അല്ലെങ്കിൽ ഇമ്മോറൽ? നമ്മൾ ഇമ്മോറൽ അല്ല, പക്ഷെ മറ്റുള്ളവർ പറയും നമ്മൾ ഇമ്മോറലാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് എന്താണ്? നമ്മൾ ഇമ്മോറൽ ആയിരിക്കുന്നതാണ്. മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ നല്ലത് എന്താണ്? നമ്മൾ ഇമ്മോറൽ ആയിരിക്കുന്നതാണ്. ഇഫ് സൊസൈറ്റി ഈസ് ഗോയിങ് ടു വ്യൂ ഹിം ആസ് വിക്ഡ് ഈവൻ ഇഫ് ഹീസ് ഇന്നസെൻറ്റ്, ഒരു മനുഷ്യൻ ഇന്നസെൻ്റ് ആണെങ്കിലും സൊസൈറ്റി എന്ത് പറയുകയാണ്? അവൻ വിക്ഡ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് മേ സീം ഈസിയർ ടു എംബ്രേസ് ദ ലേബിൾ റാദർ ദാൻ സഫർ ഫോർ സംതിങ് ഹി ഹാസ് ഇൻ ടൺ. നമ്മളത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്നസെൻ്റ് ആണെങ്കിൽ നമ്മൾ ഇന്നസെൻ്റ് ആയിട്ട് ഇരിക്കുക. പക്ഷേ മറ്റുള്ളവർ എന്ത് പറയും നമ്മോട്? നീ വിക്ഡാണ് അല്ലെങ്കിൽ നീ വൈലാന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് നല്ലത്? കുറച്ചും കൂടി നല്ല എന്താണ്? നമ്മൾ വൈലായിട്ട് ഇരിക്കുകയാണ് കുറച്ചും കൂടി നല്ലതെന്ന് ആര് പറഞ്ഞത്? ഷേക്സ്പിയർ പറഞ്ഞത്. Here the speaker expresses frustration at how people lose their just pleasure, the true joy of life, because society judges them by appearance and assumptions rather than their true feelings or intentions. ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ജസ്റ്റ് പ്ലഷർ, നമുക്ക് എന്തുണ്ടാവും? ദ ട്രൂ ജോയ് ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിന് നല്ല സന്തോഷങ്ങളുണ്ടാവില്ല അല്ലേ? ബിക്കോസ് സൊസൈറ്റി ജഡ്ജസ് ദം ബൈ അപ്പിയറൻസ് ആൻഡ് അസംഷൻസ് റാദർ ദാൻ ദെയർ ട്രൂ ഫീലിങ്സ് ഓർ ഇൻറ്റൻഷൻസ്. അത് ഷേക്സ്പിയർ പറയുന്നത് വെച്ചാൽ ഹീസ് ഓൺലി മൈ ഫ്രണ്ട്, അവൻ്റെ ഫ്രണ്ട് മാത്രം. പക്ഷേ സൊസൈറ്റി പറയുന്നത് എന്താണ്? വി ആർ ബൈസെക്ഷൽ, എനിക്ക് അവനോട് എന്തുണ്ട്? ഒരു സെക്ഷുവൽ ഫീലിങ്സ് ഉണ്ട്. അതാണ് സൊസൈറ്റി പറഞ്ഞത്. ബട്ട് ഇൻ മൈ ഓൺ വ്യൂ ഐ ആം ഗുഡ്. അതാണ് ഈ ഒരു ലൈന് 4 ലൈന് പറഞ്ഞു പോകുന്നത് കേട്ടോ. ദ സ്പീക്കർ ഓപ്പൺസ് ബൈ സജസ്റ്റിംഗ് ദാറ്റ് ഇറ്റ്സ് ബെറ്റർ ടു ബി ആക്ച്വലി ബി വൈൽ ദാൻ ടു ബി റോങ്ലി ലേബിൾഡ് ആസ് മച്ച്. അതായത് മറ്റുള്ളവർ പറഞ്ഞേക്കാൾ നല്ല നമ്മളെന്താണ്? നമ്മൾ അങ്ങനെ ആവുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് നമ്മൾ ഈ ലൈനിൽ ഷേക്സ്പിയർ പറഞ്ഞു പോകുന്നത്. For why should others' false adulterate eyes give salutation to my sportive blood? Or on my frailties why are frailer spies, which in their wills count bad what I think good? The speaker questions why he should care about how others, whose judgment is false and adulterate, view his lively or playful nature. Speaker questions why he should care about how others, whose judgment is false and adulterate. ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യം? Because they are all adulterate, they are corrupt or impure. Then why should I care about them? View his lively or playful nature. Give salutation to my sportive blood. I know that my deeds are good. Then why I should care? Why I should care about their sport? Why I should care about their adulterate eyes, their impure eyes or their corruptive eyes? Why should I care about them? He criticizes others for viewing his behavior through their own tainted lens. ഇയാൾ പറയുകയാണ് ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യം? ഞാൻ ചെയ്യുന്നത് ശരിയെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ. The speaker asks why those who are frailer or morally weaker themselves should judge them. അവരെന്തിനാണ്? they are already frailer, they are already weak, they are already more flawed or weaker. Then why should they judge me? Because they are always frailer, then why should they judge me? Which in their wills count bad what I think good. These people impose their own standards of bad onto what he considers good or acceptable. For me it is good, for them it is bad. ഞങ്ങൾ ഫ്രണ്ട്സാണ്, പക്ഷേ അത് അവർക്ക് എന്താണ്? വി ആർ നോട്ട് ഫ്രണ്ട്സ്, വി ആർ ബൈസെക്ഷൽസ്. ഫോർ ദം ഇറ്റ്സ് എ ബാഡ്, റിവീലിംഗ് ദ hypocrisy of their judgments. No, I am that I am, and they that level at my abuses reckon up their own. I may be straight, though they themselves be bevel. By their rank thoughts my deeds must not be shown. In a strong assertion of a self-identity, the speaker declares that I am that I am. I am that I am എന്നൊരു ഒരു biblical allusion ഉണ്ട് അതിൽ വരുന്നുണ്ട് കേട്ടോ. I am that I am is a biblical allusion വരുന്നുണ്ട്, അത് ഓർത്ത് വെക്കാം. A line that echoes both defiance and confidence. ഈ ലൈനിലാണ് നിങ്ങൾ എന്ത് പറഞ്ഞോളൂ,
I am that I am. ഞാനെ തന്നെ ഇരിക്കും. He implies that those who judge him to that level at my abuses are only projecting their own flaws and faults onto him. എന്നെ കുറ്റപ്പെടുത്തുന്നവർ എന്ത് ചെയ്യുന്നത് ആർ ഓൺലി പ്രൊജക്റ്റിംഗ് ദെയർ ഓൺ ഫ്ലോസ് ആൻഡ് ഫോൾസ് ഓൺ ടു ഹിം. അവരുടെ അവരുടെ ഫ്ലോസും അവരുടെ വീക്ക്നെസ്സും മാത്രമാണ് അവർ കുറ്റപ്പെടുന്നത്. That's not mine. He refuses. The speaker insists that he may still be morally straight, upright and true, even if others are bevel, crooked or wrapped. I may be straight, ഞാൻ straight ആണ്, though they themselves be bevel, but they are not like that. They are crooked or they are wrapped. By their rank, thoughts, my deeds must don't be shown. He refuses to let their distorted perceptions define the nature of his action. He don't want to show that his actions, his true actions towards them. Let them leave. Let them criticize. In last two lines, unless this general evil they maintain, all men are bad, and in their badness reign. In the concluding couplet, the speaker suggests that his critics would only be justified in their judgments if they believed that all people are inherently evil. Now, last year പറഞ്ഞതാണ് unless this general level they maintain these universal maxims. ഇവരെല്ലാവരും ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. In the concluding couplet, the speaker says that his critics would only be justified in their judgments if they believe that all people are inherently evil. അവർ ജസ്റ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലാവരും ജന്മന അങ്ങനെ തന്നെയാണ്, എല്ലാവരും ഇമ്മോറലാണ്. He implies that these critics prefer to see everyone is corrupt, projecting their own insecurities and flaws onto others. അവർ പറഞ്ഞതാണ് all men are bad. അവർ പറഞ്ഞത് എല്ലാവരും മനുഷ്യന്മാരും ബാഡാണ്. And in their badness reign, own insecurities. അവരെന്താണ്? And they prevail in their wickedness. ഇത് പറഞ്ഞത് എല്ലാ മനുഷ്യന്മാരും ബാഡാണ്, അതുകൊണ്ട് ഇവരെ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയും ചെയ്യും. അതാണ് ഈ ഒരു പോയത്തിൻ്റെ, ഈ സോണറ്റിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. താഴെ കൊടുത്തിട്ടുണ്ട്. Some scholars argue that Shakespeare's sonnets indicate that he was bisexual or gay. Many of the sonnets are love poems addressed to a man and contain puns relating to homosexuality. However, other scholars may say that these passages are about intense platonic friendship or that the poems are not autobiographical. ഇനിയാണ് നമ്മുടെ ലിറ്റററി ഡിവൈസ്. സെഷൂറ വരുന്നുണ്ട്, അലിട്രേഷൻ വരുന്നുണ്ട്, എൻജാംമെൻറ്റ് വരുന്നുണ്ട്. സെഷൂറ, വാട്ട്സ് ഇൻ സെഷൂറ? Course when the poet inserts a pause into the middle of a line of verse. For example, all men are bad and in the badness reign. അതെന്താണ്? നമ്മൾ ലൈൻസിൻ്റെ ഇടയ്ക്കിട്ട് എന്തെങ്കിലും ഒരു എൻജാമിന് കൊടുക്കൂലേ? ഒരു സെഷൂറ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പോസ്റ്റ് മാർക്കോ അല്ലെങ്കിൽ ഒരു കൊണോട്ടേഷൻ കൊടുക്കും, ഒരു ഇത് കൊടുക്കൂലേ? നമ്മളെന്താ പറയുമ്പോൾ ഒരു കോമയോ അല്ലെങ്കിൽ കുത്തോ എന്തെങ്കിലും കൊടുക്കൂലേ? അതിന് പറഞ്ഞ പേരാണ് എന്ത്? സെഷൂറ. അത് കാണിച്ചിട്ടാ എങ്ങനെ? സെമിക്കോളൻ അല്ലെങ്കിൽ കോമ അതൊക്കെ കൊടുക്കില്ലേ? അതിനെ വിളിക്കുന്ന പേരുണ്ട് സെഷൂറ. ഞാൻ പറഞ്ഞുതരാം. ഓൾ മെൻ ആർ ബാഡ് ആൻഡ് ഇൻ ബാഡ്നെസ് റെയിൻ. അല്ല ലാസ്റ്റ് ലൈൻ നോക്കുക. ഓൾ മെൻ ആർ ബാഡ് എന്ന് കോമ ഇട്ട് കണ്ടോ? ഒരു ലൈൻസിൻ്റെ അടിയിൽ തന്നെ കോമ അല്ലെങ്കിൽ സെമിക്കോളൻ വരുന്ന സമയത്ത് വിളിക്കുന്ന പേരാണ് സെഷൂറ. അടുത്ത അലിട്രേഷൻ എല്ലാവർക്കും അറിയാം, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എൻജാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കോസ് വെൻ ദ പോയിറ്റ് കട്ട്സ് ഓഫ് എ ലൈൻ ബിഫോർ ഇറ്റ്സ് നാച്ചുറൽ സ്റ്റോപ്പിംഗ് പോയിൻറ്റ്. അതായത് ഒരു ലൈന് ഫുള്ളാക്കാതെ ആ ലൈന് കട്ട് ചെയ്തിട്ട് അടുത്ത ലൈനിലേക്ക് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ ലൈൻസ് 3 and 4 ആസ് വെൽ ആസ് 5 and 6. 3 and 4 കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ദ ജസ്റ്റ് പ്ലഷർ ലോസ് വിച്ച് ഇസ് സോ ഡീംഡ്. അവിടെ ലൈന് മീനിങ് ഫുള്ളായിട്ടില്ല. ദെൻ ദ പോയറ്റ് കട്ട്സ് ദറ്റ് ലൈൻ ആൻഡ് സ്റ്റാർട്ട് നെക്സ്റ്റ് ലൈൻ, നോട്ട് ബൈ അവർ ഫീലിങ്സ് ബട്ട് ബൈ അതേഴ്സ് സീയിങ്. ആ ലൈനിലേക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് പോയിട്ട് പോയി. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് എൻജാംമെൻറ്റ് കേട്ടോ. അതാണ് വരുന്ന ലിറ്റററി ഡിവൈസിൽ. അത്ര ലിറ്റററി ഡിവൈസ് വരുന്നില്ല, എന്നാലും കുറച്ചുണ്ട്. ഇനി നിങ്ങളെല്ലാവരും ഒരു പേനയും പേപ്പറും എടുക്കുക, അല്ലെങ്കിൽ ഒരു ബുക്കോ എന്തെങ്കിലും എടുക്കുക. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ സെഷനാണ്, MCQ സെഷനാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് 30 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ്സ് നിങ്ങൾക്ക് ഇതിൽ കാണാം. അതിനുള്ളിൽ നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്ത് പോവാം. ഷേക്സ്പിയർ സോണറ്റ്സ് വർ പബ്ലിഷ്ഡ് ഇൻ. എടുത്തോ നോട്ട്ബുക്കെല്ലാം പേരെടുത്തോ? പെട്ടെന്ന് ചെയ്ത് പോവാം. എന്നിട്ട് ആ മാർക്കിന് അയച്ചു ചെയ്യണം. നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങളെടുത്ത ആ അസൈൻമെൻറ്റിൻ്റെ ഒരു ഗുണം. അസൈൻമെൻറ്റ് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യിച്ചു നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇൻ 1606 1609 ആണ്, 1606 അല്ല കേട്ടോ. മാറിപ്പോൾ 1609 ആണ്, 1606 അല്ല, 1609 ആണ്.
1609 dash published Shakespeare's sonnet. Third one, how many sonnets were published in 1609? How many sonnets were published in 1609? The sonnets were published in 1609 were dedicated to dash whose identity remains a mystery. Mr. W.H., Mr. D.L.A., Mr. D.L.A., Mr. W.S.A., Mr. H.W. Shakespeare's sonnets were composed in. Majority of Shakespeare's sonnets are structured in. Shakespeare composed much of his plays in what sort of verse? The first 17 sonnets are generally termed. Which of the following term is often associated with Shakespeare? Who said of Shakespeare, he is not of an age but for all age? Who said the sonnets are the key with which Shakespeare unlocked his heart? The supposed only begetter of his sonnets are. The supposed only begetter of his sonnets are. The dark lady addressed in the poem is assumed to be. The sonnet 121 is about. The figure of speech used in the line, when no to be receives reproach of being. ഇവിടെ സൊഷൂർ ഇവിടെ വരില്ല കേട്ടോ, ഇവിടെ വേറൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ് വരുന്നത്, അത് നോക്കിയിട്ട് ചെയ്യാം. All men are bad in their badness vain. It forms the last line of sonnet 121, To a Skylark, Tintern Abbey, House of Thousand Doors. Who called Shakespeare an abstract crow? Who called Shakespeare an abstract crow? At the age 18, Shakespeare married. There are dash plays and dash sonnet to Shakespeare's credits. The sonnets is derived from the dash word sonetto, French, Latin, Italian, German. Dante and Shakespeare divide the modern world between them. There is no third. Who opined? കിട്ടാതെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, ഇതൊന്നും ഞാൻ പറയാത്തതാണ്. ഇതൊക്കെ അടുത്ത മാക്ബത്തിൻ്റെ സെഷനിൽ വരുന്ന ടോപ്പിക് പോയിൻ്റാണ് ഇതൊക്കെ, ഞാൻ ഉൾപ്പെടുത്തുന്നത് മാത്രം. അറിയുന്നൊരു ഉത്തരം ചെയ്താൽ അറിയാത്തവർ സ്കിപ്പ് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. ഇൻ വിച്ച് പീരീഡ് ഡിഡ് വില്യം ഷേക്സ്പിയർ ലീവ്? Who was the ruler of England during most of Shakespeare's life?
Which event marked England as the leading naval power in Europe during Shakespeare's time? What was Shakespeare's first biographer's name? Which year is celebrated as William Shakespeare's birth year? What was Shakespeare's father's profession? Why is the period from 1585 to 1592 in Shakespeare's life often called the lost years? Who referred to Shakespeare as an abstract crow beautified with her feathers? Who is believed to have been Shakespeare's patron to whom he dedicated his early poems? Question full വായിച്ചു നോക്കാം കേട്ടോ. Who is believed to have been Shakespeare's patron to whom he dedicated his early poems? Which of these works is dedicated to Earl of Southampton? Which of these works is dedicated to the Earl of Southampton? Which nickname did Ben Jonson use to refer to Shakespeare? Which nickname did Ben Jonson use to refer to Shakespeare? Which of these is not true about Shakespeare's sonnets? Which of these is not true about Shakespeare's sonnets? They were published in 1609. They were all addressed to a young woman. Many were dedicated to a fair youth. Some sonnets are known as the Greek sonnets. In which format were Shakespeare's sonnets were published? In which format were Shakespeare's sonnets first published? Which poem sequence by Sir Philip Sidney influenced Shakespeare's sonnets? In which poem sequence by Sir Philip Sidney influenced Shakespeare's sonnets? What is the rhyme scheme of an English or Shakespearean sonnet? What is the rhyme scheme of an English or Shakespearean sonnet? Who is the dark lady addressed in some of Shakespeare's sonnets speculated to be? What is the term for the ninth line of a Petrarchan sonnet where a shift or turn occurs? What is the term for the ninth line of a Petrarchan sonnet where a shift or turn occurs? Shakespeare's sonnets primarily use which type of meter? What is speaker's perspective on being labeled as wild by society? These questions come from the text-based questions ആണ് കേട്ടോ അതൊക്കെ നോക്കി പോവാം. According to the speaker, what caused people to lose their just pleasure? Society judges them based on appearance and assumptions. അതേപടി ടെക്സ്റ്റ് നിർത്താണ്. In the line, no, I am that I am, what does the speaker imply? He is willing to change to avoid judgment. He is confidently asserting his true identity regardless of others' views. He feels lost and uncertain about who he is. He believes that all men are inherently evil.
What does a speaker mean by saying, I may be straight, though they themselves be bevel? He may be morally upright even if others are not. He considers himself different from others. He is more powerful than his critics. He believes his critics as superior. In the concluding couplet, what justification does the speaker suggest his critics might have be for the judgment? If they genuinely believe all men are inherently evil, if they have proof of Shakespeare's faults, if they understand the speaker's motivations, if they recognize the speaker's true nature. What does phrase false adulterate eyes says about society's judgment according to speaker? Why does the speaker refer to his nature as sportive blood? What does speaker mean by which in their wills count bad what I think good? Others' perspective is positive qualities as negative. The speaker believes his actions are genuinely wrong. The speaker is trying to align with others' standards. The speaker does not care about what others think. Which in their wills count bad what I think good. അവരെന്ത് ബാഡ് ചിന്തിക്കും, അവർക്ക് എന്താണോ ബാഡ്, ഫോർ മീ ദാറ്റ് ഈസ് ഗുഡ്. അതാണ് എൻ്റെ മീനിങ്. Others' perspective, his positive qualities as negative. What is the speaker's attitude towards those who level at my abuses reckon up their own? At my abuses reckon up their own. അവരുടെ സംഭവം അവരുടെ തെറ്റുകൾ തന്നെ അവരോട് തന്നെ പറയുകയാണ്, എന്നോട് പറയുന്നതിനേക്കാളും അങ്ങനെ പറഞ്ഞ സംഭവം. Which of the following best describes the tone of the speaker in this passage? Why does the speaker say all men are bad and in their badness reign? What does the speaker criticize in people who judge him? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സാധനം ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് അറിയണമെങ്കിൽ കറക്റ്റ് ടെക്സ്റ്റ് നല്ലോണം വായിക്കണം, മനസ്സിലാക്കണം, ടെക്സ്റ്റ് നല്ലോണം പഠിക്കണം. According to the speaker, why do people impose their standards of bad on others? How does the speaker view his own actions in contrast to others' judgment? What does the speaker imply about just pleasure? ഇനി വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ലെവലാണ്. ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കുക, എന്നിട്ട് താഴെ ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആൻസർ ചെയ്യുക. Shakespeare was born 23rd April in Stanford upon Avon. He attended King's School, New School, but did not go to university. By the age of 18, he was already recognized as a playwright in London. അതിന് കറക്റ്റ് നോക്കുക, ആൻസർ കൊടുത്താൽ. Shakespeare married Anne Hathaway in 1582. Anne Hathaway was 8 years older than Shakespeare and already expecting their first child. Shakespeare's twins Hamlet and Judith were born in 1583.
The period between 1585 and 1592 is often called Shakespeare's lost years. In 1592, Robert Greene referred to Shakespeare as an abstract crow in print. Shakespeare became part of the King's Men Company during Queen Elizabeth's reign. എല്ലാ പോയിന്റും ഡീറ്റെയിൽ വായിച്ചു നോക്കണേ. തേർഡ് പോയിന്റ് കറക്റ്റ് വായിച്ചു നോക്കാം. ഷേക്സ്പിയേഴ്സ് ബിക്കം പാർട്ട് ഓഫ് ദ കിങ്സ് മെൻ കമ്പനി ഡ്യൂറിങ് ക്വീൻ എലിസബത്ത് റെയിൻ. അതൊക്കെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കറക്റ്റ് വായിച്ചു നോക്കണം. Ben Jonson called Shakespeare the sweet of heaven. Robert Greene accused Shakespeare of being a poet of nature. Dr. Johnson remarked that Shakespeare had no heroes but only heroines. Petrarchan sonnet consists of an octave and sestet. The rhyme scheme of Shakespearean sonnet is ABAB, CD, EF, GG. Sir Thomas Wyatt is credited with introducing the sonnet from the form to England. The first 126 sonnets are addressed to a young man known as the Fair Youth. Sonnets 127 to 154 are believed to be addressed to a woman called the Dark Lady. The fair youths may have been William Herbert, the Earl of Southampton. Shakespeare's sonnets were published in 1609 by Thomas Thorpe. Thomas' dedication in the sonnet was addressed to Mr. W.H. Shakespeare's sonnets were widely circulated in printed books before 1598. Ben Jonson admired Shakespeare's mastery of Latin and Greek. Dryden called Shakespeare the man with the most comprehensive soul. Dr. Johnson regarded Ophelia as a strong female character in Shakespeare's plays. യെസ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സോണറ്റ് 121 എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ്റെ ക്ലാസ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 60 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അത് നിങ്ങൾക്ക് എത്ര കിട്ടിയെന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിന് ആൻസർ ചെയ്യാൻ ഗ്രൂപ്പിൽ നാളെ ഇടും. അപ്പോൾ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ക്ലാസ്സിൻ്റെ കമൻസൊക്കെ പേഴ്സണലി അറിയിക്കുക. എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ അറിയിക്കുക. കമൻസ് ചേഞ്ച് വരുത്തുന്നതാണ്. ക്വസ്റ്റ്യൻസ് ഞാൻ വിടാം. അപ്പോൾ ഓക്കെ. അപ്പോൾ നാളെ നമുക്ക് ഓഫ് സ്റ്റഡീസ് എടുക്കാനുള്ളത് എങ്ങനെ നോട്ട്സ് ഗ്രൂപ്പിലിടും. ഇതൊക്കെ ഗ്രൂപ്പിലിടും കേട്ടോ. നാളെ ഗ്രൂപ്പിലിടും. അതിന് ഓഫ് സ്റ്റഡീസിൻ്റെ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് പെട്ടെന്ന് അയക്കുക കേട്ടോ. ലേറ്റ് ആക്കരുത്. നാളെ ഓഫ് സ്റ്റഡീസ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ പ്രിപ്പയർ എല്ലാവരും വരാം. ഓക്കെ. ഇടാം. സ്ലൈഡ് തന്നെ ഇടും. ഓഫ് സ്റ്റഡീസ് ജസ്റ്റ് വായിച്ചിട്ട് വരാം. ഓഫ് സ്റ്റഡീസ് ഒന്ന് വായിച്ചിട്ട് വരിക. അതേപോലെ ബേക്കനെ കുറിച്ച് അതന്നെ ഓഫ് സ്റ്റഡീസിനെ കുറിച്ച് ജസ്റ്റ് ഓഫ് സ്റ്റഡീസിനെ എക്സ് ജസ്റ്റ് വായിച്ച് നോട്ട്സ്. ഓക്കെ. അതെന്താ വെച്ചാൽ ബേക്കനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എവിടെയും വായിച്ചിട്ട് ഒരു കാര്യം ചെയ്യാം. ബേക്കനെ കുറിച്ചിട്ട് ഒരു നോട്ട്സ് തയ്യാറാക്കുക. അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഓഫ് സ്റ്റഡീസ് നടക്കാൻ പോകുന്ന ടെക്സ്റ്റ് നമ്മൾ ഓഫ് സ്റ്റഡീസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് അതിനെക്കുറിച്ച് ചെറിയ നോട്ട് ഉണ്ടാക്കി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ. ക്ലാസ് തുടക്കം തൊട്ട് കാണാത്തവർക്ക് റെക്കോർഡ് ഉണ്ട്. റെക്കോർഡ് ഞാൻ ഗ്രൂപ്പിലിടും, പോസ്റ്റ് ചെയ്യും. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. Okay. Super presentation. Okay, thank you.
മാ ചോറ് എന്ന് പറഞ്ഞോളി. എന്ത്